ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ, ഉപ്പമാർ, ഉമ്മമാർ, എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്, നമ്മുടെ ഭാവി എന്തായിരിക്കുമെന്ന് ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നെ ഫോൺ ചെയ്തു. ഞാൻ ഈ 2007 മുതൽ കൗൺസിലിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു. അയാൾ ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, സാറേ എനിക്കൊരു സമയം വേണം കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾക്കൊരു സമയം തരാം. അയാൾ പറഞ്ഞു, അങ്ങനെ പോരാ, എനിക്കൊരു ഉച്ച വരെയുള്ള സമയം വേണം. രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 1 മണി വരെയുള്ള ഒരു ഫോർനൂൺ സെഷൻ മുഴുവനായിട്ട് എനിക്ക് വേണം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇയാൾക്ക് എന്തിനാ ഇത്രയും സമയം? ഞാൻ അയാളോട് ചോദിച്ചു, എന്തിനാ ഇത്രയും സമയം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. സാറിന്റെ ഒരു അര ദിവസം എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. ഞാൻ പറയുന്ന കാര്യത്തിലേക്ക് എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കൾ വരണം. ഞാൻ അയാൾക്കൊരു ദിവസം കൊടുത്തു. ഏകദേശം ഒരു 3 ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ള ഒരു ശനിയാഴ്ച, എനിക്ക് പ്രോഗ്രാമുകളൊന്നും ഇല്ലാതെ ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ 9 മണിക്ക് വന്നാൽ നിങ്ങൾക്ക് 1 മണി വരെയുള്ള സമയം ഞാൻ തരാം. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് എൻഗേജ്മെന്റ് ഉള്ളത്. അന്ന് രാവിലെ 9 മണിക്ക് ഞാൻ എൻ്റെ റൂമിലെത്തിയപ്പോൾ, ഞാൻ എത്തുന്നതിന് മുമ്പ് അയാൾ എത്തിയിട്ടുണ്ട്. ഒരു ഇന്നോവ കാറിലാണ് അയാൾ വന്നത്. അയാളുടെ കൂടെ, എന്നെ വിളിച്ച മനുഷ്യന്റെ കൂടെ അയാളുടെ ഭാര്യയുണ്ട്, അയാളുടെ 17 വയസ്സുള്ള മകനുണ്ട്, ഭാര്യയുടെ ആങ്ങള, കുട്ടിയുടെ മാമനുണ്ട്. 4 പേരൊരു ഇന്നോവ കാറിൽ വന്നു. ഞാൻ എൻ്റെ മുറിയൊക്കെ തുറന്നപ്പോ അവിടേക്ക് കയറാൻ വേണ്ടി, കോണിപ്പടികൾ കയറാൻ വേണ്ടി നോക്കിയപ്പോ ഈ 17 വയസ്സുള്ള വെളുത്ത് ചുമന്ന നല്ല കാണാനൊക്കെ ഭംഗിയുള്ള തടിച്ച ആ ചെറുക്കൻ മാമന്റെ തോളിലും ബാപ്പാന്റെ തോളിലും കൈയിട്ടിട്ടാണ് കോണിപ്പടി കയറുന്നത്. അതിന് കോണി കയറാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ തോളിൽ കയ്യൊക്കെ ഇട്ട് കോണിപ്പടി കയറി എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് ഇരുത്തി. ബാപ്പയും ഉമ്മയും മാമനും അവനും കൂടി 4 പേരും കൂടി റൂമിൽ ഇരുന്നപ്പോ ഞാനിങ്ങനെ കണ്ടപ്പോ അവന്റെ നെറ്റിയുടെ മുകളിൽ വലിയൊരു മുറിപ്പാടുണ്ട്. അതിങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഉണങ്ങിയ ഒരു പാട് നെറ്റിയുടെ മുകളിൽ. മുടി പാടെ മുട്ടയടിച്ചിട്ടുണ്ട്. ഇപ്പത്തെ ചെക്കന്മാരെ പോലെ ഒന്നുമല്ല, പാടെ മുട്ടയടിച്ചിട്ടുണ്ട്. ഒരു തടിച്ചൊരു ചെക്കൻ. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു, ഇവൻ ആകെ ക്ഷീണിതനാണ്, വല്ല ബൈക്ക് ആക്സിഡന്റോ മറ്റോ സംഭവിച്ചു എന്ന് കരുതി ഞാൻ ആ ബാപ്പയോട് ചോദിച്ചു, ഇയാൾക്ക് എന്ത് പറ്റി, ഇവൻ എന്താ പറ്റിയത്? ബാപ്പ ഒന്നും മിണ്ടിയില്ല, ഉമ്മ മിണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, ഇവൻ എന്താ പറ്റിയത്? ഉടൻ ബാപ്പ പറഞ്ഞു, ഞാൻ പറയാം സാറേ, എല്ലാം ഞാൻ പറയാം, ഇവരൊക്കെ ഒന്ന് പുറത്തിരുന്നോട്ടെ. അങ്ങനെ എൻ്റെ മുറിയിൽ നിന്ന് മകനെയും ഉമ്മയെയും മാമനെയും പുറത്തേക്ക് ഇരുത്തി ആ ഗൾഫുകാരനായ ബാപ്പ എൻ്റെ മുമ്പിലിരുന്നു. അയാൾ ഞാനിരിക്കുന്ന വാതിലിന്റെ റൂം കുറ്റിയിട്ടു. ആ റൂമിന്റെ വാതിൽ കുറ്റിയിട്ട് അകത്തിരുന്നിട്ട് അയാൾ ഒരൊറ്റ കരച്ചില. ഒരു 5 മിനിറ്റ് ആ മനുഷ്യൻ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. 5 മിനിറ്റും കഴിഞ്ഞ് അയാൾ കണ്ണ് തുടച്ച് തന്റെ വില കൂടിയ സ്വർണ്ണ ഗ്ലാസ് എടുത്തിട്ട് കണ്ണിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് പറഞ്ഞു, ഇനി ഞാൻ പറയാം, ഞാൻ കുറെ ദിവസമായിട്ട് കരച്ചിൽ കൊണ്ടു കിടക്കുന്നു. ആ ബാപ്പ പറയാൻ തുടങ്ങി, സാറിന്റെ മോനാണ് വന്നത്, എനിക്ക് ആകെ 3 മക്കളാണ്. മൂത്തത് പെൺകുട്ടി, അവള് കല്യാണം കഴിഞ്ഞ് 6 വയസ്സുള്ള ഒരു മോളും 3 വയസ്സുള്ള ഒരു മോനുമായി സുഖമായി കഴിയുന്നു. ഭർത്താവ് ഗൾഫിലാണ്. രണ്ടാമത്തത് ഇവന് 17 വയസ്സുണ്ട്, +1 പഠിക്കുന്നു. മൂന്നാമത്തെ ഒരു പെൺകുട്ടിയുണ്ട്, അവൾ 8ാം ക്ലാസ് പഠിക്കുന്നു. ഞാനൊരു ഗൾഫുകാരനാണ്, ഇതെന്റെ ഭാര്യയാണ് പുറത്തുള്ളത്. എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, സാറേ പുറത്തിരുന്ന മോനെ സാറ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, കണ്ടു. അവൻ എന്താ പറ്റിയെന്നറിയോ? ഞാൻ പറഞ്ഞില്ല, അവനെ നാട്ടുകാര് തല്ലിയതാണ്. നാട്ടുകാര് തല്ലി. ഞാൻ ചോദിച്ചു, എന്തൊരു തല്ലാ തല്ലിയത്, ഇങ്ങനൊക്കെ തല്ലു? അയാൾ പറഞ്ഞു, സാറേ തല്ല് കിട്ടേണ്ട പണിയാണ് അവൻ എടുത്തത്, അതുകൊണ്ട് അവന് തല്ല് കിട്ടിയത്. ഞാൻ ചോദിച്ചു, എന്താ അവൻ ചെയ്തത്? ആ ബാപ്പ പറഞ്ഞു, ഞങ്ങൾ താമസിക്കുന്ന ആ വീടിന്റെ അടുത്ത് ഒരു 5ഓ 6ഓ വീട് അപ്പുറത്തുള്ളൊരു വീട്ടിൽ ഒരു ഡിഗ്രിക്കാരി പെൺകുട്ടി കുളിക്കുന്നത് ഞായറാഴ്ച രാവിലെ 6:30 മണിക്ക് ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി എൻ്റെ മകൻ. ഇതാണ് ആ ചെക്കൻ ചെയ്ത തെറ്റ്. ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി എത്രയാ കുട്ടി, ഒരു ആൺകുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് ഞായറാഴ്ച രാവിലെ ടാങ്ക് കഴുകാൻ വേണ്ടി 3 വീട് അപ്പുറത്തുള്ളൊരു വീട്ടിലൊരു മനുഷ്യൻ ടാങ്ക് കഴുകാൻ വേണ്ടി മുകളിൽ കയറിയതാ. അയാൾ 3/4 ഒക്കെ ഇട്ട് പോക്കറ്റൊക്കെ ഉള്ള പാൻറ്റാ, അതിന്റെ പോക്കറ്റിൽ ഫോണൊക്കെ എടുത്ത് ഈ ഫോണൊക്കെ കൊണ്ടാ മുകളിൽ കയറിയത്, മോട്ടോർ ഇടാൻ വേണ്ടി, വിളിച്ചറിയാൻ വേണ്ടിയിട്ട്.
അയാള് ടാങ്കിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോ അപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിലേക്ക് ഒരു ചെറുക്കൻ എത്തി നോക്കുന്നു. ഉടൻ ഫോൺ എടുത്തു. ഈ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്പറൊക്കെ കയ്യിലുണ്ട്. ആ വീട്ടിലുള്ള ആളെ വിളിച്ചു. അയാൾ നല്ല ഉറക്കാണ്. അയാളോട് ചോദിച്ചു, ആരാ ബാത്റൂമിൽ കുളിക്കുന്നത്? അയാൾ പറഞ്ഞു, എന്റെ മോളായിരിക്കും, എന്റെ മോക്കാ ട്യൂഷൻ ഉള്ളത്. ഉടൻ പോയി നോക്കിയപ്പം ഒരുത്തൻ നിന്നങ്ങനെ ആസ്വദിക്കുന്നു. അയാളൊരു മട്ടലെടുത്ത് ഒരൊറ്റ അടി കൊടുത്തു അത്രേ. ആ ചെറുക്കൻ അവിടെ വീണു. അവനെ പിടിച്ച് ഒരു കവുങ്ങിന്റെ മുകളിലേക്ക് കൈ രണ്ടും കൂട്ടിക്കെട്ടി ആളുകൾ അവനെ ചോദ്യം ചെയ്തു. നല്ല അടി കൊടുത്തു. സത്യം പറയടാ, ഏതൊക്കെ വീട്ടിൽ നീ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോ ഈ ചെറുക്കൻ ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. ആ വീട്, ഈ വീട്, അപ്പുറത്തെ വീട്. ടാങ്കിന്റെ മുകളിൽ അയാൾ കയറിയ വീട് ഉൾപ്പെടെയുള്ള വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവമുള്ള ചെറുക്കൻ. ഈ ചെറുക്കൻ ഇത് പറഞ്ഞതോടു കൂടി ആൾക്കാരിങ്ങനെ വരാൻ തുടങ്ങി. എല്ലാരും കൂടി പൂതി തീർത്തപ്പോഴേക്ക് ഈ ചെറുക്കൻ ആകെ അവശനായി. നെറ്റിയുടെ മുകളിൽ ഒരു പൊട്ട് വന്നു. ചെവിയുടെ ഡയഫ്രം ആളുകൾ അടിച്ചു പൊട്ടിച്ചു. രണ്ട് ചെവിക്കും കൂടി 60% കേൾവി ശക്തി നഷ്ടമായി. ഒരു മനുഷ്യൻ, 60 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു കൈക്കോട്ടിന്റെ തായി ഊരിയെടുത്ത് ഈ ചെറുക്കന്റെ മുട്ടുകാൽ അടിച്ചൊടിച്ചു. ഇനി ഇവൻ നോക്കരുത് എന്ന് കരുതി ആ മുട്ടുകാലം കൊണ്ടാ ചെറുക്കൻ നിൽക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സംഭവം ഒക്കെ നടക്കുന്നത് എന്നെ കാണാൻ വരുന്ന മനുഷ്യൻ എന്റെ അടുത്ത് വരുന്നതിന്റെ ഒരു 4 മാസം മുമ്പ് 3 മാസം ഈ ചെറുക്കൻ ആശുപത്രിയിലും ചികിത്സയുമായി കഴിഞ്ഞു. അവന്റെ മുട്ടുകാലും കാര്യങ്ങളൊക്കെ ശരിയാവാൻ ഡോക്ടർ പറഞ്ഞു, ചെവിക്ക് ഓപ്പറേഷൻ വേണ്ടി വരും, പക്ഷെ നമുക്ക് നോക്കാം. അതുകൊണ്ട് കുളിക്കാൻ പറ്റൂല. വെള്ളം അകത്ത് ചെന്നാൽ ചെവി പഴുക്കും. അതുകൊണ്ട് ആ മുടിയൊക്കെ പാടെ മുട്ടയടിച്ച് അതിങ്ങനെ തുടച്ചെടുക്കുന്നു. ഈ ചെറുക്കനെയും കൊണ്ട് ബാപ്പ ഇരിക്കുന്നു. ഞാൻ ഈ ബാപ്പയോട് ചോദിച്ചു, ഇനി എന്താ നിങ്ങളുടെ തീരുമാനം? ബാപ്പ പറയുന്നു, സാറൊന്ന് സംസാരിക്കും. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഈ കുടുംബ സംഗമത്തിലെ സദസ്സിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഈ ചെറുക്കൻ എങ്ങനെ ഇങ്ങനെയായി എന്ന പാഠമാണ്. ഞാൻ ആ കഥയിലേക്ക് വരാം. ഈ ചെറുക്കൻ എന്റെ മുമ്പിൽ വന്ന് ചോദിക്കാം. എന്റെ മുമ്പിൽ വന്ന് ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, എന്തു പറ്റിയടാന്ന് ചോദിച്ചപ്പം അവൻ എന്നോട് പറയാ, സാറേ ഞാൻ ഇനി ചെയ്യൂല. ഇനി നമുക്ക് ഈ ചെക്കന്റെ കഥയിലേക്ക് വരാം. ഇവൻ എങ്ങനെയായത്? ഇവിടെയാണ് എന്റെ പ്രിയമുള്ളവര് ഒരു വലിയ കുടുംബത്തിന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ പാട്ടും ഡാൻസും ഗാനമേളയും കളികളുമായി ഇവിടുന്ന് ബിരിയാണിയും തിന്ന് പിരിഞ്ഞു പോകുമ്പോ എന്റെ പ്രിയമുള്ളവർ ആലോചിക്കണം, നമ്മുടെ പിറകെയുള്ള നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുമോ എന്ന് ഒരു വേള ചിന്തിച്ചിട്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ പടികൾ നിങ്ങൾ ഇറങ്ങാവൂ. ഞാൻ ചോദിക്കുന്നത്, ഈ ചെറുക്കൻ എങ്ങനെയായി? ബാപ്പ പകലന്തിയോളം ഗൾഫിൽ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി, ഒരു ഇന്നോവ കാറുണ്ട്, വലിയ വീടുണ്ട്, മുഴുവൻ ത്യാഗങ്ങളും സഹിച്ച് ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ബാപ്പാക്ക് ഒരൊറ്റ മകൻ, 2 പെൺകുട്ടികളും 1 മകനുമുള്ള കുടുംബത്തിലെ പ്രതീക്ഷയായ മകൻ നൽകിയത് വിഷമം മാത്രമാണെന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം. എങ്ങനെയായി ഈ കുട്ടി ഇങ്ങനെയായത്? വളരെ സിമ്പിളാണ് വിഷയം, വളരെ സിമ്പിളാ. ഞാൻ വളരെ ചുരുക്കി പറയാം. ഈ ചെറുക്കൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ, നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്, നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കൻ 9ാം ക്ലാസ് പഠിക്കുമ്പോ അവന്റെ തൊട്ടടുത്തുള്ള ക്ലാസ്സിലെ ഒരു ചെറുക്കൻ അവന്റെ മൊബൈൽ ഫോണിൽ ഒരു വൃത്തികെട്ട വീഡിയോ ഇവന് കാണിച്ചു കൊടുത്തു. 9 പഠിക്കുമ്പോ ഈ വീഡിയോ കണ്ടപ്പം തന്നെ അവൻ കണ്ണ് പിൻവലിച്ച് പറഞ്ഞു, വൃത്തികെട്ട വീഡിയോ, എനിക്കിത് കാണണ്ട. പക്ഷേ ക്ലാസ് റൂമിൽ ചെന്ന് ഇരുന്നിട്ട് അവന് പഠിക്കാൻ കഴിഞ്ഞില്ല. ടീച്ചർ എത്ര ക്ലാസ് എടുത്തിട്ടും അവന്റെ മനസ്സിലേക്ക് ഈ ചിന്തകൾ ഇങ്ങനെ കടന്നു വരിക. അവൻ കണ്ട വീഡിയോന്റെ ചിന്തകൾ 1 ദിവസം 2 ദിവസം ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ വീഡിയോ കാണിച്ചു തന്ന 9ാം ക്ലാസ്സിലെ മറ്റൊരു ക്ലാസ്സിലെ ചെറുക്കനെ തേടി ഈ ചെറുക്കൻ ചെന്നിട്ട് പറഞ്ഞു, നീ അന്ന് കാണിച്ചെന്ന വീഡിയോ എനിക്ക് ഒന്നുകൂടി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആ ചെറുക്കന് 1 വീഡിയോ ആണ് ചോദിച്ചത്, പക്ഷേ ആ ചെറുക്കൻ 9 വീഡിയോ കാണിച്ചു കൊടുത്തു. അത് കണ്ടതോടുകൂടി ഈ ചെക്കന് പിന്നെ പഠനം പിറകിലായി. ഈ വീഡിയോ കാണാനുള്ള ആഗ്രഹം ഉദിച്ചു. എല്ലാ സ്നേഹിതന്മാരെയും വിട്ട് ഈ വൃത്തികെട്ട ചെക്കനെ അവൻ സ്നേഹിതനാക്കി മാറ്റി. ഇടയ്ക്കിടയ്ക്ക് അവൻ വീഡിയോ കാണാൻ തുടങ്ങി. ക്ലാസ്സിലെ 3ാമത്തെ ബെഞ്ചിലിരുന്നിരുന്ന ഈ ചെറുക്കൻ ഏറ്റവും പിറകെ ബെഞ്ചിലേക്ക് മാറി. ഏറ്റവും പിറകെ ബെഞ്ചിലിരുന്നിട്ട് അവൻ ഈ വീഡിയോകൾ കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. പഠനമൊക്കെ താറുമാറായി. 9ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്ക് അവന്റെ ചിന്ത ഇതിനെക്കുറിച്ച് മാത്രമായി. ഈ ചെറുക്കൻ ഇഷ്ടം പോലെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. 10ാം ക്ലാസ് പരീക്ഷ അടുക്കാറായപ്പോ ഈ ചെറുക്കന് മനസ്സിലൊരു പേടി, ഇനി എനിക്ക് എങ്ങനെ ഇത് കാണാൻ പറ്റും? അവൻ ചിന്തിക്കാൻ തുടങ്ങി, ഇത് എവിടുന്ന് കിട്ടും? അങ്ങനെ
ചിന്തിച്ച് അവസാനം ആദ്യം വീഡിയോ കാണിച്ച ചെറുക്കനോട് ചെന്ന് അവൻ ചോദിച്ചു, നിനക്ക് എവിടുന്നാടാ ഈ വീഡിയോ കിട്ടുന്നത്? അവൻ പറഞ്ഞു, ഈ വീഡിയോ നെറ്റിലുണ്ട്, ഇഷ്ടം പോലെ ഇന്റർനെറ്റിലുണ്ട്, നിങ്ങൾ എടുത്തു നോക്ക്. അവൻ കുറെ സൈറ്റ് പറഞ്ഞു കൊടുത്തു, www.innasadhanam.com. നീ കേറി നോക്ക്, ഇഷ്ടം പോലെ നെറ്റിൽ കിട്ടാനുണ്ട്. 4500 പോൺ വീഡിയോ സൈറ്റുകൾ ഫ്രീ ആയിട്ട് ഇന്ത്യയിലുണ്ട് എന്ന കണക്ക്. ഈ ചെക്കൻ കുറെ സൈറ്റ് പറഞ്ഞു കൊടുത്തു. ഈ ചെറുക്കൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഒരു ഫോൺ എവിടുന്ന് കിട്ടും? ഇന്റർനെറ്റിന്റെ കണക്ഷൻ അവന് വാങ്ങാൻ കിട്ടും, 29 ഉറുപ്പിക കൊടുത്താൽ മതി. ഫോൺ എവിടുന്ന് കിട്ടും? അവന് ഉമ്മയോട് ചോദിച്ചാൽ ഉമ്മ കൊടുക്കൂല. ഉമ്മാന്റെ കയ്യിൽ മനോഹരമായ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട്, ബാപ്പ സമ്മാനമായി കൊടുത്തതാ. കൊടുക്കുമ്പോ ബാപ്പ പറഞ്ഞു, അവന് നീ കൊടുക്കരുത് കേട്ടോ, ഇത് നെറ്റൊക്കെ ഉള്ള ഫോണാ. ഉമ്മ അത് സൂക്ഷിച്ചു വെച്ചു. പക്ഷെ ഈ ചെറുക്കൻ ഈ ഫോണ് കിട്ടണം. ഉമ്മനോട് ചോദിച്ചാൽ കൊടുക്കൂല. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയോ, അവൻ ഒരു ദിവസം രാത്രി വീട്ടിൽ വന്നിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ജീവിച്ചാ പോരാ. അപ്പൊ ഉമ്മ ചോദിച്ചു, പിന്നെ എങ്ങനെയാ ജീവിക്കണ്ടേ? അപ്പൊ അവൻ പറഞ്ഞു ഉമ്മനോട്, ഉമ്മ സുബൈക്ക് പള്ളിക്കൊക്കെ പോണം. ഉമ്മ നെഞ്ഞത്ത് കൈവച്ചു, പടച്ചോൻ എന്റെ പ്രാർത്ഥന പടച്ചോൻ കേട്ടോ, ഈ ചെക്കൻ നന്നായോ? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ പോണം. ഉമ്മ എത്ര കാലമായി പറയണേ? അവൻ പറഞ്ഞു, ഉമ്മ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സുബൈക്ക് പള്ളി പോണം, എന്നാലേ സ്വർഗം കിട്ടുള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ സുബൈക്ക് പള്ളി പോകാൻ തീരുമാനിച്ചു. ഉമ്മക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യ. കുട്ടി പറഞ്ഞു, ഉമ്മ രാവിലെ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പള്ളിക്ക് പൊക്കോളാം. നിങ്ങൾക്കറിയോ, ആ കുട്ടി രാത്രി കിടന്നുറങ്ങി. ഉമ്മ രാവിലെ സുബൈക്ക് എണീച്ചിട്ട് നേരെ ചെക്കന്റെ റൂമിൽ ചെന്നു. അവനെ ഒന്ന് തട്ടിയപ്പോഴേക്ക് അവൻ ചാടി എഴുന്നേറ്റു, ബാത്റൂമിലേക്ക് ഓടി, ഒളു എടുത്ത് തിരിച്ചു വന്നു. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ഞാൻ പള്ളി പോണം. ഉമ്മ പറഞ്ഞു, ശരി മോനെ. ചെറുക്കൻ വാതിൽ തുറന്നിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ ടോർച്ച് വേണം. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ടോർച്ച് ബാപ്പ കൊണ്ടുവച്ച ഇഷ്ടം പോലെ ടോർച്ച്, ഓരോ വരുത്തിനും ബാപ്പ കൊണ്ടുവരും ഒരു കറുത്ത ടോർച്ച് ചാർജ് ചെയ്യണേ, ഇഷ്ടം പോലെ അൾമാറുണ്ടല്ലോ ചെറുതും വലുതും. അവൻ പറഞ്ഞു, പറ്റൂല. നിങ്ങൾക്കറിയാലോ, 8ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആൺകുട്ടിയേക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാൻ മടിയാണ്. മഴയുമ്പോ കൊടെടുക്കൂല, പീടിയെ പോകുമ്പോ സഞ്ചി കൊണ്ടുപോകില്ല, നടക്കൂല. ഇതേപോലത്തെ ഒരു സാധനമാണ് ടോർച്ചൊന്നും എടുക്കൂല. ചെക്കൻ പറഞ്ഞു, ടോർച്ചൊന്നും ആയിട്ട് ഞാൻ പള്ളിയിൽ പോവില്ല, ഉമ്മന്റെ ഫോണ് തന്നാ മതി, അതിൽ ടോർച്ചും എമർജൻസിയും റേഡിയോയും ടിവിയും ഒക്കെ ഉണ്ടല്ലോ. ഉമ്മ വിചാരിച്ച് എന്റെ ഫോണിനും കൂലി കിട്ടും, എനിക്കും കൂലി കിട്ടും. ഓടിച്ചെന്ന് ഫ്രിഡ്ജിന്റെ മേലെന്ന് ഉമ്മാന്റെ ഫോൺ എടുത്ത് ഈ ചെക്കന് കൊണ്ട് കൊടുത്തു. അവൻ ഈ ഫോണിന്റെ വെളിച്ചവും തെളിച്ച് നേരെ നടന്നു, പള്ളിക്ക് നേരെ പോണ്ടത്. അവൻ നേരെ പോയി. ഉമ്മ നോക്കി നെടുവീർപ്പിട്ടു, പടച്ചോനിന്റെ മോൻ നന്നായല്ലോ. അവൻ പള്ളിയിലെത്തിയില്ല, പള്ളിയുടെ തൊട്ട് മുന്നേയുള്ള ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു. ഒരു കോഴിപ്പീടിയുണ്ട്, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കോഴിപ്പീടിയുണ്ട്. കോഴിപ്പീടിയൊക്കെ ഒരു വരാന്തുണ്ട്. ആ വരാന്തന്റെ മുകളിൽ ചെന്നിരുന്ന് ഉമ്മാന്റെ മൊബൈൽ ഫോണിലേക്ക് തലേ ദിവസം വാങ്ങിവെച്ച ഇന്റർനെറ്റിന്റെ കാർഡ്, 125 രൂപന്റെ മറ്റു ഇന്റർനെറ്റിന്റെ കാർഡ്, ഒരു 10 അക്ക നമ്പർ അടിച്ച ഉമ്മാന്റെ ഫോണിൽ നെറ്റായി. ആ നെറ്റ് എടുത്തിട്ട് അന്ന് ആ ചെക്കൻ പറഞ്ഞു കൊടുത്ത ഇന്റർനെറ്റിന്റെ സൈറ്റുകളിലേക്ക് അവന്റെ വിരലുകൾ ചലിച്ചപ്പോ അവന്റെ മുന്നിൽ ആണും പെണ്ണും കിടപ്പറ പങ്കിടുന്ന ദൃശ്യങ്ങൾ മിന്നിമറയാൻ തുടങ്ങിയപ്പോ അതിൽ മതിമറന്നിരുന്നു പോയി ആ ചെറുക്കൻ. അങ്ങനെ കണ്ട് 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 എല്ലാ ദിവസവും സുബൈക്ക് പോകും. എല്ലാ ദിവസവും ആ നാറുന്ന കോഴിക്കടയുടെ വരാന്തയിലിരുന്ന് വൃത്തികെട്ട വീഡിയോകൾ കാണാൻ തുടങ്ങി ഈ ചെക്കൻ. ഉമ്മ വിചാരിച്ചു ഇവൻ സുബൈക്ക് പള്ളി പോവാൻ. നേരം വൈകി വരുന്ന അവനോട് ഉമ്മ ചോദിക്കും, എന്താടാ നീ നേരം വൈകിയതെന്ന്. ഓൻ പറയും, ഞാൻ നിസ്കാരം കഴിഞ്ഞപ്പോ കുറച്ചേരം ഓതി ഇരുന്നു പോയി, അങ്ങനെ നേരം വൈകിയതാണ്. ഉമ്മ വിചാരിച്ചിന്റെ പടച്ചോനെ ഇവൻ ഇനി നന്നാവാനില്ലല്ലോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവൻ കണ്ട് 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 കണ്ട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഓർത്തോ, ഇത് കണ്ട് 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 ഈ ചെറുക്കന് മടുത്തു. പിന്നെ അവൻ നെറ്റ് കയറിയിട്ട് ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യും. കാരണം ഏതാ കാണുക? എല്ലാ രാജ്യക്കാരതും കണ്ടു, എല്ലാ കോലത്തിലുള്ളതും കണ്ടു. ഇനി എന്താ കാണാനുള്ളത്? അവനിങ്ങനെ സ്ക്രോൾ ചെയ്ത് മടുത്തു. ഇനി അവന്റെ മനസ്സിൽ ഒരു മോഹം ഉദിച്ചു. തന്റെ കയ്യിലുള്ള ഫോണിൽ ചെറിയ രൂപത്തിൽ കണ്ട ഒരു പെണ്ണിന്റെ ശരീരം എങ്ങനെയാ ഒന്ന് നേർക്ക് നേരെ കാണാൻ പറ്റുക?
എങ്ങനെ കാണാൻ പറ്റുക? അപ്പൊ അവൻ ചിന്തിച്ചു, ഉമ്മ കാണിച്ചു തരൂല, പെങ്ങള് കാണിച്ചു തരൂല, പിന്നെ എവിടുന്ന കാണാൻ പറ്റുക? അവന്റെ മനസ്സിൽ ഉദിച്ച ബുദ്ധിയാണ്. ഏതെങ്കിലും പെൺകുട്ടി കുളിക്കുന്ന ബാത്റൂമുകൾ കണ്ടുവെച്ച് ആ ബാത്റൂമിൽ പോയി എത്തി നോക്കി അത് കണ്ട് ആസ്വദിക്കുന്ന രതി വൈകൃതത്തിലേക്ക് ഈ കുഞ്ഞിനെ നയിച്ചത് ഉമ്മാന്റെ കയ്യിലുള്ള ഒരു ഫോണായിരുന്നുവെന്നത് ഈ ആധുനിക കാലത്തെ ഉമ്മമാർ ഓർക്കണം. നമ്മളൊക്കെ ചിന്തിക്കും നമ്മുടെ കയ്യിൽ ഫോണുണ്ട്, അതിൽ നെറ്റൊന്നും ഇല്ലല്ലോ. ഉമ്മാന്റെ ഫോൺ കൊണ്ടാ പ്രിയമുള്ളവരെ മുഴുവൻ കുട്ടിയും നശിച്ചു പോകുന്നത്. പെൺകുട്ടികളുടെ കാര്യം പറയാതിരിക്കാ ഭേദം. പ്രേമമല്ലാതെ വേറൊന്നും നമ്മുടെ സ്കൂളുകളിൽ സംസാരമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, 8ാം ക്ലാസ്സിലും 9ലും 10ലും +1നും +2നും പഠിക്കുന്ന പെൺകുട്ടികളെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളുടെ ക്ലാസ്സിലെ 80% കുട്ടികൾക്കും പ്രേമമുണ്ട് ഇല്ലേ? നിങ്ങൾ തൊട്ടടുത്തുണ്ടെങ്കിൽ ഒന്ന് തോണ്ടി ചോദിച്ചു നോക്ക്. ആ അടുത്തുള്ള കുട്ടിക്ക് എന്നെ പ്രേമുണ്ടോ നിങ്ങൾ ചോദിച്ചു നോക്ക്. ഒരു കുട്ടി പ്രേമിച്ചിട്ട് വാപ്പയമ്മയും കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. ഈ കുട്ടീനോട് ഞാൻ ചോദിച്ചു, മോൾ എന്തിനാ പ്രേമിച്ചതെന്ന്. അവള് പറഞ്ഞ മറുപടി അറിയോ നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചു, മോളെ ആ ചെക്കനെ കല്യാണം കഴിക്കാനൊന്നും പറ്റൂല. അപ്പൊ ഈ കുട്ടി പറഞ്ഞ മറുപടി അറിയോ നിങ്ങൾക്ക്? എല്ലാവർക്കും പ്രേമുണ്ട്, എന്റെ കൂട്ടത്തിലുള്ള എല്ലാത്തിനും ഉണ്ട്, എന്നാ കിടക്കട്ടെ ഒന്നിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ ദിവസം മഞ്ചേരിയിൽ നിന്നൊരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നു. മഞ്ചേരിയിൽ നിന്ന് അവള് പ്രേമിച്ച് ആ ചെറുക്കന്റെ കൂടെ ബൈക്കിന്റെ മുകളിലൊക്കെ നടന്ന് ഒരു ദിവസം അവൻ ബൈക്കിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് വിജനമായ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഈ പെൺകുട്ടിയോട് പറഞ്ഞു, നമുക്ക് ബൈക്ക് ഇവിടെ വെച്ചിട്ട് കാറിൽ പോവാം. അവന്റെ വേറൊരു സുഹൃത്ത് കാറുമായി വന്നു. ഈ പെൺകുട്ടി ആ കാറിൽ കയറിയിട്ട് ആ കാർ ഇങ്ങനെ ഊടുവഴികളിലൂടെ കറങ്ങുക. ഈ പെൺകുട്ടിക്ക് പേടിയാവാൻ തുടങ്ങി. അവൾ ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാ പോണത്? അവൻ പറഞ്ഞു, വെയിറ്റ്, ഇപ്പൊ എത്തും. കുറെ നേരം കഴിഞ്ഞപ്പോ അവർക്ക് പേടിയാവാൻ തുടങ്ങി. അവനൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി. പുറത്തു പോയിട്ട് ഒരു 7up വാങ്ങിക്കൊണ്ടുവന്നു. ഈ 7up വാങ്ങിക്കൊണ്ടുവന്നൊരു പെൺകുട്ടിയോട് പറഞ്ഞു, ഇത് കുടിച്ചോ, നിനക്ക് ദാഹിക്കുണ്ടാവും. ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു ബോധം തോന്നിയപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ഈ പെൺകുട്ടിന് പിന്നെയും കൊടുത്തു, നീ കുടിച്ചോ? അവൾ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ഈ ചെക്കനോട് ഈ പെൺകുട്ടി പറഞ്ഞു, നീ കുടിച്ചോ? എനിക്ക് വേണ്ട, നീ കുടിച്ചോ? ഈ ചെക്കൻ കുടിച്ചില്ല. ഈ പെൺകുട്ടി കുടിക്കാത്ത 7upന്റെ ബോട്ടിൽ അവൻ കാറിന്റെ ഗ്ലാസ് താത്തി പുറത്തേക്ക് എറിഞ്ഞു. എന്തിനാ ബോട്ടിൽ പുറത്തേക്ക് എറിഞ്ഞു? അപ്പൊ ബോട്ടിൽ എന്താ? അന്വേഷിച്ച് നോക്കിയപ്പം മഞ്ചേരിയിലെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പെൺവാണിഭ സംഘത്തിലെ ഒരുത്തനാണ് ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. നിഷ്കളങ്കയായ ആ പെൺകുട്ടിക്ക് അള്ളാന്റെ തൗഫീഖ് കൊണ്ടൊന്നും പറ്റിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പ്രേമം കൊടികുത്തി വാഴുന്നു. എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കണം നമ്മുടെ കുട്ടിയെ കുറിച്ച്. ഞാൻ നിൽക്കുന്ന റോഡ് കേരളത്തിലെ എല്ലാവർക്കും പരിചയമുള്ള റോഡാ, മുക്കം റോഡ്. മുക്കെന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർ ഇപ്പൊ കേരളത്തിലില്ല. ആലപ്പുഴയിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ വണ്ടിയെടുത്ത് മുക്കത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ. എന്തിനാ നിങ്ങൾക്ക്? കേരളത്തിന് ഏറ്റവും വലിയ സംഭാവന അർപ്പിച്ച ഒരു വ്യക്തി ഇന്ന് മുക്കത്താണുള്ളത്, കാഞ്ചനമാല. ആ കാഞ്ചനമാലയെ ഒന്ന് കണ്ട് സായുജ്യമടയാൻ ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ റോട്ടിലൂടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ആ മുക്കത്തിനടുത്താണ് നിങ്ങൾ താമസിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങള് നമ്മുടെ മക്കളെ ആകെ നശിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾ. എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്ക്, കേരളത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ആരാന്ന്? അവര് പറയും കാഞ്ചനമാല. അപ്പൊ കേളപ്പൻ, ഏത് കേളപ്പൻ? അയാൾ ഏത് സിനിമയിൽ അഭിനയിച്ച്? കുട്ടിയൊക്കെ എന്ത് കേളപ്പൻ? അവള് പറയും കാഞ്ചനമാല. ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, കാഞ്ചനമാലയുടെ നാടിന്റെ അടുത്ത് നിന്ന സ്ഥലത്ത് നിന്ന് ഞാൻ സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, കാഞ്ചനമാല ചെയ്ത മുഴുവൻ ജീവകാരുണ്യ, സന്നദ്ധ സേവന, സാമൂഹ്യ പ്രവർത്തനങ്ങളെ വിലമതിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, കാഞ്ചനമാല സ്നേഹത്തിന് വേണ്ടി എന്താ ചെയ്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയോ? കാഞ്ചനമാലയുടെ അമ്മ 9 മാസവും 9 ദിവസവും വയറ്റിലിട്ട് കഷ്ടപ്പാടുകൾക്ക് മേൽ കഷ്ടപ്പാടുകൾ സഹിച്ച് കാഞ്ചനമാലയെ 9 മാസം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച സ്വന്തം അമ്മ, കാഞ്ചനമാലയുടെ അമ്മ മരിച്ചു പോവാൻ നേരത്ത് അമ്മയുടെ മനസ്സിലൊരു വിഷമം ബാക്കിയുണ്ടാവും. എന്തായിരിക്കും ആ വിഷമം? ഞാൻ പെറ്റു പോറ്റി വളർത്തി വലുതാക്കിയ എന്റെ പ്രിയപ്പെട്ട മോള് വീടിനും നാടിനും നാട്ടാർക്കും ഒക്കെ ചീത്തപ്പേരുണ്ടാക്കിയിട്ട് വീട്ടിൽ പൊര നിറഞ്ഞു നിൽക്കുന്നു എന്ന ഒരു സങ്കടം
ഉള്ളിലൊതുക്കിക്കൊണ്ടായിരിക്കും കാഞ്ചനമാലയുടെ അമ്മ മരിച്ചു പോയിണ്ടാവുക അല്ലേ? നിങ്ങൾ ഓർത്തു നോക്ക്, കാഞ്ചനമാലയുടെ അച്ഛൻ ഇതേ വിഷമം ഉള്ളിലൊതുക്കി മരിച്ചു പോയിട്ടുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, സ്വന്തം അമ്മയോടും അച്ഛനോടുമുള്ള കടമ നിറവേറ്റാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയാണോ കേരളത്തിലെ സ്നേഹത്തിന്റെ പ്രതീകമായി മാറുക? മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ അത് വെറുതെ പറഞ്ഞതൊന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കാഞ്ചനമാല ചെയ്ത സേവന പ്രവർത്തനങ്ങളെ വിലമതിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്. വെറുതെ പറഞ്ഞതല്ല. ഈ കാഞ്ചനമാലയുടെ സിനിമക്കെതിരെ ആദ്യം ശബ്ദമുയർത്തിയത് കാഞ്ചനമാല തന്നെയാണ്. അവർ കേസ് കൊടുത്തു, സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്റെ ജീവിതമല്ല ഈ സിനിമയിലുള്ളത് എന്ന് പറഞ്ഞു. അത് പിന്നെ കോംപ്രമൈസ് ആയി. അതെന്താ നമുക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഏറ്റവും കൂടുതൽ സാമ്പത്തിക വിജയം നേടിയ സിനിമന്റെ പേര് പ്രേമം. ക്ലാസ് റൂമിൽ ഇരുന്ന് കള്ളു കുടിക്കുക, ഒരു പെണ്ണിനെ പ്രേമിക്കുക, അവസാനം അനിയത്തിനെ കെട്ടുക. ഇതാണ് കേരളത്തിൽ വിജയിച്ച സിനിമ. ഉളുപ്പുണ്ടോ നമ്മുടെ മക്കൾക്ക്? യാതൊരു ദിശാബോധവും ഇല്ലാതെ നമ്മുടെ മക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളെ കാര്യമൊന്നും പറയാതൊക്കെ നല്ലത്. യാതൊരു ബോധവുമില്ല. നമ്മൾ ഈ തറവാട്ടിന്റെ മഹിമ പറഞ്ഞ് കുടുംബ സംഗമങ്ങൾ നടത്തി പിരിഞ്ഞു പോകുമ്പോഴും ഇനി വരുന്നൊരു തലമുറ നമ്മുടെ യശസ് ഉയർത്തിപ്പിടിക്കാനുണ്ടെന്ന് എൻ്റെ പ്രിയമുള്ളവർ നിങ്ങൾ ഉറപ്പുവരുത്തണം. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് നമ്മൾ എന്താ വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു മക്കൾ എന്നത് ഏതൊരു രാജ്യത്തിന്റെയും സ്വത്താണ്. ഭയങ്കരമാണ് മക്കൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റോട്ടിൽ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. പല ബോർഡ്, വളവുണ്ട്, തിരിവുണ്ട്, ഹമ്പുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. ത്രികോണാകൃതിയിലുള്ള ഒരു ബോർഡില് ഒരു ബാഗ് പിടിച്ചിട്ട് ഒരു കുട്ടി ഓടാൻ നിൽക്കുന്ന ചിത്രം. ആ ചിത്രം കണ്ടാൽ വണ്ടി ഓടിക്കുന്ന, ടിപ്പർ ലോറി ഓടിക്കുന്ന ഡ്രൈവർമാരും ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരും ഒക്കെ എന്താ വിചാരിക്കേണ്ടതെന്നറിയോ? സ്കൂളുണ്ട്, ശ്രദ്ധിക്കണം. ആ ചിഹ്നത്തിന്റെ അർത്ഥം അതാ. സ്കൂളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മക്കളുണ്ട്, അടുത്ത തലമുറയുണ്ട്. ഇനി വരുന്ന ഈ ലോകത്തിന്റെ ഭരണചക്രം തിരിക്കേണ്ട, ഈ ലോകം ഇങ്ങനെ നിലനിർത്തേണ്ട അടുത്ത തലമുറ പഠിക്കുന്ന സ്കൂളാണ്. എന്റെ പ്രിയപ്പെട്ട ടിപ്പർ ലോറിക്കാരാ, നീ ഒന്ന് ശ്രദ്ധിക്ക്. അവനെ ചതച്ചരക്കല്ലേ. കുട്ടികൾ ഏറ്റവും പ്രധാനമാണ് എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളും ഏറ്റവും പ്രധാന. ഈ യശസ് ഉയർത്തിപ്പിടിക്കാൻ ഞാനും നിങ്ങളുമില്ല, നമുക്ക് ശേഷം നമ്മുടെ മക്കൾ ഉണ്ടാവൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ചെറുപ്പക്കാരൊക്കെ ഉണ്ടോ ഈ കുടുംബ സംഗമത്തിൽ? എത്ര ചെറുപ്പക്കാരുണ്ട്? പെൺകുട്ടികളൊക്കെ വന്നിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അത്ര ഇഷ്ടണ്ടായിട്ടൊന്നുമല്ല. അവർക്ക് ഈ കുടുംബത്തിലൊന്നും ഇതിൽ താല്പര്യമില്ല. ഒരു മൊബൈൽ ഫോണും കൊടുത്താൽ മതി, അതിൽ തോണ്ടിരുന്നോളൂ. വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ മക്കൾ ഏറ്റവും പ്രധാന. ഈ മക്കളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കുടുംബ സംഗമങ്ങളിൽ ചിന്തിക്കേണ്ടത്. ഞാൻ പറയണ എന്താ പറയുക, കുടുംബ സംഗമം ഇനി നിങ്ങൾ ഇങ്ങനെ നടത്തരുത്. ഒരു 8ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളുടെ മാത്രം സംഗമം നടത്തണം. ആ സംഗമത്തിൽ വെച്ച് അവർക്ക് കൊടുക്കാനുള്ള സന്ദേശങ്ങൾ കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ നടത്തരുത് നിങ്ങൾ. ഈ കുടുംബ സംഗമം കൊണ്ട് ഒരു ബിരിയാണി വയറ്റിലായി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നും നടക്കൂല. എന്നിട്ട് ആ കുട്ടികളെ ബോധവൽക്കരിക്കണം. നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം, ഈ കുടുംബത്തിലെ മക്കൾ തെറ്റിപ്പോവില്ല എന്ന്. ഏറ്റവും കൂടുതൽ കഞ്ചാവ് പൂത്തുലയുന്ന സ്ഥലം നമ്മുടെ മലപ്പുറം ജില്ലയാണെന്ന പുതിയ കണക്കുകൾ നിങ്ങൾക്കറിയോ? ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ സ്കൂളിന്റെ പേരൊന്നും പറയില്ല, ഈ കൊടിയത്തൂര് അടുത്ത് കിടക്കുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ എൻ്റെ ഒരു സുഹൃത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അവനൊരു ദിവസം എന്നെ വിളിച്ചു. അവൻ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട്, ആ സ്കൂളിൽ പുതിയതായിട്ട് ചേർന്നതാ. ജോയിൻ ചെയ്ത് അവനിങ്ങനെ സ്കൂളൊക്കെ നോക്കിയപ്പോ, ആരംഭ ശൂരത്വത്തോടെ സ്കൂൾ നോക്കിയപ്പോ ഒരു ആൺകുട്ടി, അവൻ ഇന്റർവെല്ലിന്റെ സമയത്ത് ബെല്ലടിച്ചാൽ ഒരൊറ്റ ഓട്ടം. അവന്റെ ക്ലാസ് പഠിക്കുന്ന ആൺകുട്ടിയോ, 9ാം ക്ലാസ്സിലാണ്. ഒരൊറ്റ ഓട്ടാ ഈ കുട്ടി. എന്നിട്ട് പിന്നെ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് അവൻ കയറി വരും. എന്നും ഇങ്ങനെ തന്നെ. ഈ എന്റെ ഫ്രണ്ട് ഈ ചെക്കനെ നോട്ട് ചെയ്തു, ഈ കുട്ടി എന്താ ഇങ്ങനെ എന്ന് നോട്ട് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഇവൻ ഇന്റർവെല്ലിന് വിട്ടപ്പോ ഓടിയപ്പോ ഇവന്റെ ബാക്കിൽ ഇവനും പോയി. ഈ കൊടിയത്തൂരിനടുത്തുള്ള ഈ സ്കൂള്, ആ സ്കൂളിന്റെ മതിലും കടന്ന് ഇത്തിരി പൊളിഞ്ഞ ഭാഗമുണ്ട് മതിലിന്. ആ മതിലിന്റെ അപ്പുറത്ത് റബ്ബറിന്റെ തോട്ട, റബ്ബർ ഇങ്ങനെ നിൽക്കുന്ന തോട്ട. ഈ റബ്ബർ തോട്ടത്തിലേക്കാണ് ഈ ചെക്ക ഓടിയത്. അവൻ റബ്ബർ തോട്ടത്തിലേക്ക് ഓടിയിട്ട് ഒരു റബ്ബർ മരത്തിന്റെ അവിടുന്ന് എന്തോ ഒരു സാധനം എടുത്ത് തിരിച്ച് സ്കൂളിലേക്ക് തന്നെ പോകുന്നു.
ഇവന് മനസ്സിലായില്ല എന്താണ്. ഇവൻ കുറെ തെരഞ്ഞു നോക്കി. പിറ്റേ ദിവസം അവൻ പോയ റബ്ബർ മരം അവൻ തെരഞ്ഞു നോക്കിയപ്പോ ഒന്നും കിട്ടിയില്ല. ചെറുക്കൻ വരുന്നു, മറ്റൊരു റബ്ബർ മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്നു, തിരിച്ച് സ്കൂളിലേക്ക് പോകുന്നു. ഇവൻ എന്താന്ന് മനസ്സിലായില്ല. അങ്ങനെ അയാളും അയാളുടെ സ്കൂളിലെ 3 മാഷന്മാരും കൂടി ഒരുമിച്ച് 3-ാമത്തെ ദിവസം അവനെ കാത്തു നിന്നു. അവൻ തിരിച്ച് അങ്ങോട്ട് പോയി എന്തോ സാധനം എടുത്ത് ഇങ്ങോട്ട് ഓടുമ്പം വഴിന്ന് അവനെ പിടിച്ചു, കയ്യോടെ പിടിച്ചു. നേരെ ഹെഡ് മാസ്റ്റർ റൂമിൽ കൊണ്ടുവന്നു. റൂമിന്റെ വാതിൽ കുറ്റിയിട്ടു. ഈ ചെറുക്കനെ പരിശോധിച്ച് നോക്കിയപ്പോ അവന്റെ കയ്യിൽ ചെറിയ ചെറിയ പൊതികളിലായിട്ട് ഒരു സാധനം കിടക്കുന്നു. 9ാം ക്ലാസ്സിലാ ചെക്കൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ചെറിയ ചെറിയ പൊതികളിലായിട്ട് തിരി സാധനം. എന്താടാ അത് എന്ന് ചോദിച്ചപ്പോ അവൻ മിണ്ടുന്നില്ല. കഞ്ചാവ് പൊതികളാ. ഒരു പൊതിക്ക് 100 രൂപ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു പൊതിക്ക് 100 രൂപ. 18 പൊതികൾ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. 100 രൂപയാണ് അത്ര ഒരു പൊതിക്ക്. അവനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പം ആ സ്കൂളിൽ കഞ്ചാവ് അടിക്കുന്ന മക്കളുണ്ടത്രേ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. കൊടിയത്തൂരിനടുത്തുള്ള പ്രദേശത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. 2015 നടന്ന സംഭവം പറയുന്നത്. അവന്റെ സ്കൂളിൽ ഈ 18 പൊതികളും ഈ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാ. അപ്പൊ ഈ ചെക്കനാരാ? ഈ കഞ്ചാവ് കച്ചവടക്കാരൻ. ഇനി ഈ മാഷന്മാർ ഇവനെ പിടിച്ചു. ഈ ചെറുക്കനെ വൈകുന്നേരം അങ്ങാടി കൊണ്ടുവന്നു. അങ്ങാടിയിൽ എന്തിനാ കൊണ്ടുവന്നതെന്നറിയോ? ഒരു ബുള്ളറ്റിന്റെ മുകളിൽ 2 ചെക്കന്മാർ അങ്ങാടിയിൽ വരിക. എന്തിനാന്നറിയോ? 1800 ഉറുപ്പ്യ ഓൽക്കാണ്ട് കൊടുക്കണം. ഇവന് സ്കൂളിൽ നിന്ന് 18 പൊതി വിറ്റ പൈസ ഇവർക്കാണ് കൊടുക്കണം. ഇവർക്ക് കൊടുക്കുമ്പം അവനെന്താ കിട്ടുക? ഒരു പൊതിക്ക് 10 രൂപ വെച്ച് അവന് കമ്മീഷൻ കിട്ടും ഈ ചെക്കന്. പ്ലസ് ഒരു കഞ്ചാവിന്റെ പൊതിയും കൊടുക്കും. അത് അവന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ വെക്കാം. ഈ ചെക്കന്മാരെ കൊടുക്കുക. ഈ ബുള്ളറ്റിന്റെ മുകളിൽ വന്ന 2 പേരെയും കൊടിയത്തൂർ അങ്ങാടിയിൽ വെച്ച് പിടികൂടി. നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. 9 പേരാ ആ കഞ്ചാവ് കേസിലെ കണ്ണികളിൽ കുടുങ്ങിയത്. ഈ ചെറുക്കൻ ഉൾപ്പെടെ 36 കുട്ടികളാ ആ സ്കൂളിൽ അധ്യാപകർ കണ്ടെത്തി കൗൺസിലിംഗ് കൊടുത്തത്. നമ്മുടെ കൊടിയത്തൂരിന്റെ അടുത്തുള്ള സ്ഥലത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ എന്താ നമ്മുടെ മക്കൾ ഇങ്ങനെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ വഴിതെറ്റിപ്പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ കുടുംബത്തിൽ മക്കളുണ്ടോ നിങ്ങൾ ഓർക്കണം. മുടിയൊക്കെ കുത്തനെ വെച്ച് ദുനിയാവും ദീനും ദുനിയാവും ഒന്നുമില്ലാതെ നടക്കുന്ന നമ്മുടെ മക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, മോനെ ഇതല്ല ലോകം, നമ്മുടെ കുടുംബത്തല്ലടാ മോനെ, ഇതല്ലടാ നമ്മുടെ ലക്ഷ്യം എന്ന് പറയാൻ ഒരു ബാപ്പ വേണം, ഉമ്മ വേണം. നമ്മുടെ കുടുംബം അപ്പോഴേ വലുതാവും നിങ്ങൾ ഓർക്കണം. ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പൊ മക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന, ഞാൻ പറഞ്ഞേ, ഏറ്റവും പ്രധാന മക്കള്. രാജ്യത്തിന് ഏറ്റവും പ്രധാനം, നാടിന് പ്രധാനം, നമുക്ക് പ്രധാനം. ഉമ്മമാരൊക്കെ ആലോചിച്ചു. ബാപ്പ പിന്നെ പോട്ടെ, അതിപ്പോ ഇവിടെ വല്ലാതെ വാപ്പാരും കാണുന്നില്ല. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഡ്രൈവർമാരായി വന്നവരൊക്കെയാണ് തോന്നുന്നുണ്ട്. എല്ലാത്തവരൊന്നും കാണാനില്ല. അപ്പൊ ഞാൻ ഉമ്മാരോട് പറയുന്നു, ഉമ്മമാരെ, മക്കളാണ് ഏറ്റവും പ്രധാനം. ഒരു ഉമ്മ കുട്ടിയെ വളർത്തുന്ന കാഴ്ച കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉമ്മാക്ക് മോനാരാ. ഉമ്മ എങ്ങനെ കുട്ടിനെ വളർത്തുക നിങ്ങൾ ആലോചിച്ച് നോക്ക് അല്ലേ. ഉമ്മ കുട്ടിനെ വളർത്തുന്ന താരാട്ടുപാട്ടുകൾ കേട്ടു നോക്ക്. ആ താരാട്ടുപാട്ട് തന്നെ ഉണ്ടാവും എന്താണ് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഉമ്മ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ഈ താരാട്ടുപാട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. താമര കണ്ണനുറങ്ങേണം, കണ്ണും പൂട്ടിയുറങ്ങേണം. ഉമ്മ പാടുക, എന്റെ പൊന്നു മോൻ ഉറങ്ങണം എന്നാ, കണ്ണും പൂട്ടി ഉറങ്ങണം. അടുത്ത വരി എന്താ? അച്ഛനെ പോലെ വളരേണം. കണ്ടോ? ഉമ്മ പ്രതീക്ഷിക്കണ അതാ, ആ ബാപ്പന്റെ മാതിരി വലുതാവണം. വലുതായില്ലേ മക്കള്? തിന്നാൻ കൊടുത്ത് വലുതാക്കിയില്ലേ നമ്മള്? എന്നിട്ടോ ബാപ്പനേക്കാൾ വലുതായി. ഇപ്പൊ മക്കളൊക്കെ എടുത്തു നോക്ക്. ബാപ്പ 3 പൊറാട്ട ബാപ്പ തിന്നുള്ളൂ. 4ാമത്തെ പൊറാട്ട കൊടുത്താൽ ബാപ്പ പൊറാട്ടന്റെ മുകളിലേക്ക് മൂക്കും കുത്തി വീഴും. നിങ്ങളെ ചെക്കന് 10ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന് 5 പൊറാട്ട എടുത്തു നോക്ക്. അത് മുഴുവൻ തിന്നാണ്ടോ ചോദിക്കും, ഉമ്മ 5 ഇല്ലേ. അപ്പൊ ബാപ്പനേക്കാളും വലുതായി ചെക്കൻ ഇല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പക്ഷെ ഉമ്മന്റെ പ്രതീക്ഷ എന്താ? ഉമ്മന്റെ പ്രതീക്ഷ അതൊന്നുമല്ല. അച്ഛനെ പോലെ വളരേണം, അമ്മക്ക് തണലായി മാറേണം. അവിടെ ഉമ്മന്റെ പ്രതീക്ഷ. അമ്മക്ക് നീ തണലാവണം, വേറൊന്നും വേണ്ടടാ മോനെ, അമ്മക്ക് തണലായി മാറണം. എന്റെ മകൻ, എന്റെ മകൾ ആയോ? 17 വയസ്സുകാരി പെൺകുട്ടി കൗൺസിലിംഗ് സെന്ററിൽ വന്ന് എന്നോട് പറയാ, എനിക്ക് ഉമ്മനും ബാപ്പനും വേണ്ട, അവനെ മതി.
ഞാൻ ചോദിച്ചു, മോളെ എത്ര കാലമായി അവനെ കാണാൻ തുടങ്ങിയിട്ട്? 6 മാസം. 6 മാസം മാത്രം കണ്ടു പരിചയമുള്ള ഒരു ചെക്കനെ ജീവിതത്തിൽ എനിക്ക് അവൻ മതി എന്ന് പറഞ്ഞ് ബാപ്പനെയും ഉമ്മനെയും തള്ളിപ്പറയാൻ മടി കാണിക്കാത്ത മക്കൾ നമ്മൾ വളർത്തിയെടുത്ത പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോയത്. കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ വളർത്തിയെടുത്ത് തെറ്റിപ്പോയി. നമ്മളാകെ പ്രശ്നമുണ്ടാക്കി, ഉമ്മമാരാകെ പ്രശ്നമുണ്ടാക്കി. പണ്ടത്തെ ഉമ്മമാരിൽ നിന്ന് നമ്മുടെ ഉമ്മമാര് വ്യത്യസ്തരായി. എങ്ങനെ? പണ്ടത്തെ ഉമ്മാരോട് ചോദിച്ചു നോക്കുക, എന്തൊരു ക്ഷമയെന്നറിയോ? ഉമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷമയാണ്. അമ്മ ക്ഷമയുടെ പര്യായം. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാ. ഇന്നത്തെ അമ്മ, ഞാൻ ചെറുപ്പക്കാരികളായ അമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ക്ഷമ ഉണ്ടോ? ആകെ ഇല്ലാത്തത് അതേ ഉള്ളൂ. ഭർത്താവ് പറയുന്ന കുറ്റതാ, എന്റെ പെണ്ണുങ്ങൾക്ക് ക്ഷമയില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് മക്കളോട് പിന്നെ പറയും വേണ്ട. അപ്പൊ മക്കൾ എങ്ങനെ തെറ്റിപ്പോവാതിരിക്കുക? അപ്പൊ ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം മക്കളെ മനോഹരമായി വളർത്തുക എന്ന തീരുമാന. അപ്പോഴേ കുടുംബമുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് വെച്ച കലം പോലെ നമ്മുടെ കാലശേഷം ഈ കുടുംബം ഉണ്ടോ? നിങ്ങൾ കുറച്ച് ആൾക്കാർ അടിപൊളിയായിട്ട് എങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മുടെ കാലശേഷം ഈ കുട്ടിയൊക്കെ, നമ്മുടെ മക്കൾക്ക് പരിചയമുണ്ടോ? നമ്മുടെ പുതിയ തലമുറയെ അവരിതിനൊക്കെ മുന്നിട്ടിറങ്ങുമോ? ഇല്ല. അവിടെയാ ഞാൻ പറഞ്ഞത്, ഉമ്മമാരുടെ ശ്രദ്ധ മക്കളിലേക്ക് പതിയണം. എന്നിട്ടോ നമ്മുടെ ഓരോ കുടുംബങ്ങളെയും, എൻ്റെ മുമ്പിൽ 1000ഓളം പേരിരിക്കുന്നു. 1000ഓളം പേര് ഒരു 500-400 കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും. നമ്മൾ ഓരോരുത്തരും തിരിച്ചു പോയിട്ട് നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ മതി. പ്രശ്നം തീർന്ന്. എന്റെ കുടുംബത്തെ ഞാൻ എങ്ങനെ മനോഹരമാക്കാം? പ്രശ്നം തീർന്ന്. ഒരു ബാപ്പയും ഉമ്മയും മക്കളും കൂടിയ ചെറിയ കുടുംബം ഉണ്ടല്ലോ, അതിനങ്ങോട്ട് ഉഷാറാക്കിയാൽ മതി. അവിടെ പ്രശ്നം തീർന്ന്. അവിടെയാണ് ഈ കുടുംബ സംഗമത്തില് ഞാനും നിങ്ങളും വലിയ തീരുമാനം എടുക്കേണ്ടത്. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടു പോയിട്ട് നിങ്ങളെ വെറുപ്പിക്കണമെന്നില്ല. വലിയ തീരുമാനം. അതുകൊണ്ട് ഞാൻ ചുരുക്കി വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കാം. വളരെ ചുരുക്കി, നമ്മുടെ പ്രതീക്ഷയായ നമ്മുടെ മക്കൾ കള്ളും കഞ്ചാവും പ്രേമവും ഒക്കെയായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ് ഇന്ന് ഈ കുടുംബ സംഗമം അവസാനിക്കുന്ന സമയത്ത് ഞാനും നിങ്ങളൊക്കെ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ. നമ്മുടെ മക്കളെ നമുക്ക് തിരിച്ചു പിടിക്കണം. എങ്ങനെ? കൂടെ നിർത്തണം. അതെങ്ങനെ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, കുട്ടികൾക്ക് 2 സാധനം കൊടുക്കണം. ഞാൻ എണ്ണി പറയാം, അപ്പൊ നിങ്ങൾക്ക് ഓർത്തൊക്കെ എളുപ്പമുണ്ടാവും. 2 സാധനം മക്കൾക്ക് കൊടുക്കണം. അതെന്താ 2 സാധനം? 1 ചോറ്, 2 ചൊല്ല്. സ്പെല്ലിങ് തെറ്റിക്കല്ലേ, തല്ല് എന്നല്ല, ചൊല്ല്. ഒന്നെന്താ? ചോറ്, 2 ചൊല്ല്. അപ്പൊ കുടുംബം കൊടുക്കേണ്ടത് എന്താ? ഈ കുടുംബ സംഗമത്തിൽ ഓരോ കുടുംബങ്ങളും കൊടുക്കേണ്ടത് എന്താ? ചോറ് കൊടുക്കണം. അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മളെ വീട്ടില്, ഫ്രിഡ്ജിലുണ്ടാവും. പോയൊക്കെ നിങ്ങള് വെറുതെ കിടക്കണ്. ചൊല്ല് അതില്ല. കുറഞ്ഞു പോയത് ചൊല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ഉമ്മക്ക് 60 വയസ്സായി. എന്റെ ഉമ്മ എന്നെ പോറ്റിയ കഥ എനിക്ക് പറഞ്ഞുതരും. എങ്ങനെ പോറ്റിയത്? നിങ്ങൾ ഈ ചെറുപ്പക്കാരികൾ എന്റെ ഭാര്യ മക്കളെ പോറ്റുന്ന പോലെയാ? എന്റെ ഭാര്യ പോറ്റുന്ന പോലെയല്ല. ഈ ചെറുപ്പക്കാരികളായവർ ഒന്നും പോറ്റുന്ന പോലെയല്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒക്കത്ത് എന്നെ എടുക്കും. ഇന്നത്തെ നമ്മളെ പെണ്ണുങ്ങൾക്ക് ആകെ കയ്യത്ത് കുട്ടീനെടുക്കാൻ ഒറ്റൊന്നിനും അറിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കുട്ടീനെടുക്കുമ്പോഴേക്ക് പണ്ടത്തെ ഉമ്മാമ എപ്പോഴും എടുത്ത് നടക്കും കുട്ടീനെ. ഉമ്മാമ എടുത്തിട്ട് ഇവിടുന്ന് അരീക്കൂടെ നടക്കും. നിങ്ങളോ എടുക്കുമ്പോഴേക്ക് കൊയങ്ങി എടുക്കാൻ നിൽക്കണം. അതെന്താന്നറിയോ? കുട്ടി മനസ്സിലില്ലായിട്ടാ, ഒരു സ്നേഹമില്ലായിട്ടാ. സത്യം. ഉമ്മാമ്മക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്. ഉമ്മ വേണമെങ്കിൽ നിങ്ങളെടുക്കും, നിങ്ങളമ്മ. കാരണം എന്താ? ഇപ്പത്തെ അങ്ങനെ തന്നെയുള്ളു. ഇപ്പൊ നമ്മളെ കുട്ടികളെ നോക്കണോ വല്യമ്മേ, പെണ്ണുങ്ങൾക്ക് വയ്യ, ഊരൊക്കെ ഇയ്യ എടുത്തിട്ടേ ഭയങ്കര പ്രശ്നം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ ഉമ്മ എന്നെ ഒക്കത്തെടുക്കും. എന്നിട്ടോ ആ കയ്യിൽ തന്നെ ചോറ്റുപാത്രം പിടിക്കും. എന്നിട്ട് വലത്തേ കൈകൊണ്ട് ഈ ചോറ്റുപാത്രത്തിൽ ഉരുളുണ്ടാക്കും. അമ്പിളി മാമനെ കാണിച്ചു തരും എന്റെ പ്രിയപ്പെട്ട ഉമ്മ. മുകളില് ആകാശത്ത് അമ്പിളി മാമനെ കാണിച്ചു തരാനുള്ള ഗുണം എന്താണെന്നറിയോ? കുട്ടിയൊക്കെ ഒരു സ്വഭാവമുണ്ട്, മേലോട്ട് നോക്കിയാൽ തൊള്ളോർക്കും. കുട്ടികളെങ്ങനെയാ പറഞ്ഞാ നോക്കുക. അപ്പൊ ഉമ്മ അമ്പിളി മാമനെ കാണിച്ചു തരും, നോക്കടാ അമ്പിളി മാമ. അപ്പൊ ഞാൻ ഉമ്മ എന്ത് ചെയ്യുന്നറിയോ? ഉരുട്ടിയ ചോറ് നേരെ ഇട്ടരും. ആവോലി പൊരിച്ചതൊന്നും ഉണ്ടാവില്ല.
ഇറച്ചി ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് ഇത്ര വലിയ അവസ്ഥകളൊന്നും ഇല്ലല്ലോ. അപ്പോഴോ അതിങ്ങനെ തൊള്ളേക്ക് വെച്ചിരും. എന്നിട്ടോ ഉമ്മ മിണ്ടാതെക്കുവോ? ഇല്ല. എന്തൊക്കെ കഥകളാ പ്രിയപ്പെട്ടവരെ എന്റെ ഉമ്മ പറഞ്ഞു തരുന്നറിയോ നിങ്ങൾക്ക്? എന്തൊക്കെ കഥകള്! ആ കഥകൾ ഇങ്ങനെ പറഞ്ഞ് ചൊല്ലി 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 ചോറ് തരുന്നു, ചൊല്ലു തരുന്നു. എത്രയെത്ര കഥകൾ! ശരീരമാസകലം പഴുത്ത് പൊട്ടി നീരൊലിച്ചിട്ടും റബ്ബ് സുബ്ഹാനഹു തആലയോട് മാത്രം പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ വസന്തങ്ങളിലേക്ക് തിരിച്ചു വന്ന നബി കഥ എന്റെ ഉമ്മ ചോറ് തരുമ്പോ എനിക്ക് ചൊല്ലിത്തന്നതാ. മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയി. ആ ഇരുട്ടിൽ ആ മനുഷ്യനെയും കൊണ്ട് മത്സ്യം ആഴിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയപ്പോ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് റബ്ബ് സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ച് ആ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ഒരു നബിയുടെ കഥ എന്റെ ഉമ്മ ചോറുന്നുമ്മൻ ചൊല്ലിത്തന്നതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ച്, വിഗ്രഹാരാധകരായ ഒരു സമൂഹത്തിലെ വിഗ്രഹങ്ങളെ മുഴുവൻ തച്ചുടച്ച് വലിയ വിഗ്രഹത്തിന്റെ തോളിൽ കോടാലി തൂക്കിയിട്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോ ആരാടാ വിഗ്രഹം തല്ലിച്ചതെന്ന് ചോദിച്ചപ്പോ ആ വലിയ വിഗ്രഹത്തിനോട് ചോദിച്ചു നോക്ക്, നിങ്ങൾ അതിനോടല്ല എല്ലാ കാര്യം പറയില്ലേ എന്ന അർത്ഥഗർഭമായ ചോദ്യം ഉയർത്തിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ എന്റെ ഉമ്മ ചോർന്നും എനിക്ക് ചൊല്ലിത്തന്നതാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞില്ല. തീ കുണ്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോ തീയെ നീ തണുപ്പാവ് എന്ന റബ്ബ് സുബ്ഹാനഹു തആലയുടെ വാക്ക് കേട്ട് തീ കൂടാരത്തിൽ നിന്ന് ഒരു മാജിക് കാരനെ പോലെ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു വന്ന് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ലോകം മുഴുവൻ പടർത്തിയ മഹാനായ നമ്മുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ ഉമ്മ എനിക്ക് ചൊല്ലിത്തന്നത് ചോറ് തിന്നപ്പോഴാ. കഴിഞ്ഞില്ല. ആമയും മുയലും പന്തയം വെച്ച കഥ ചാടി 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 കിട്ടാതായപ്പോ കൈക്കിന് പുളിക്കിന് മുന്തിരി എന്ന് പറഞ്ഞ് തിരിച്ചുപോയ കുറുക്കന്റെ കഥ. അരി കൊണ്ടുവന്നതാര്? കോഴിയമ്മ. പൊടിച്ചതാര്? കോഴിയമ്മ. അപ്പം ചുട്ടതാര്? കോഴിയമ്മ. കോഴിയമ്മ തന്നെ തിന്നോളാം എന്ന് പറഞ്ഞ് മക്കളെ കൊത്തിയോടിച്ച കോഴിത്തള്ളയുടെ കഥ എല്ലാം ചൊല്ലിത്തന്നത് ചോറ് തിന്നുമ്പോഴാ. നമ്മളെ മക്കൾ കഥയൊക്കെ എവിടെ കേട്ടത്? മനോരമക്കാരിറക്കിയ CD-ലാ. ഒരു CD-ലെ കഥ കേട്ട് ഉമ്മ ചൊല്ലിത്തന്നത് എനിക്ക്. അതുകൊണ്ടാ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഇന്നും എൻ്റെ കൂടെ സ്നേഹത്തോടെ കഴിയുന്നത്. കാരണം എൻ്റെ ഉമ്മ എനിക്ക് വാരിത്തന്ന ചോറ് എൻ്റെ വയറ്റിലെത്തി. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ചോറങ്ങട്ടാ പോവുക? വയറ്റിക്ക്. ആ ചോറ് വയറ്റിലെത്തിയിട്ടാണ് നിങ്ങൾ കാണുന്ന ഈ മസിലുണ്ടായത്, നിങ്ങൾ കാണുന്ന എല്ലുകൾക്ക് ദൃഢമായത്. ഞാൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഉമ്മ വാരിത്തന്ന ചോറ. നന്ദി വേണം പ്രിയമുള്ളവരെ, നന്ദി. ഈ നന്ദി എന്താ നമ്മളെ മക്കൾക്കില്ലാത്ത? എന്താ ഇല്ലാത്ത? അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്റെ ഉമ്മ എനിക്ക് ചോറ് തന്നു. ചോറ് വയറ്റിക്കാ പോവാ. ചോറ് കൊടുത്താൽ ശരീരം മാത്രമേ വളരൂ. ചൊല്ല് മനസ്സൊക്കെ പോവാ. അത് വള്ളക്കല്ല പോവുക, മനസ്സൊക്കെ പോവുക. ചൊല്ലിക്കൊടുത്താലേ കുട്ടി നല്ല കുട്ടിയാകൂ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ എൻ്റെ ഉമ്മയുടെ ചൊല്ലിത്തരല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കലുണ്ടോ? ഉണ്ടോ? ഞാൻ പറഞ്ഞ പോലെയാണോ ചോറെടുക്കല്? ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും ലൈറ്റൊക്കെ ഓഫാക്കി അമ്പിളിമാമന്റെ അടുത്തേക്ക് ഇറങ്ങണം എന്നല്ല, മക്കളോടൊന്നിച്ചൊരു ഇത്തിരി സമയം എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അവിടെയാണ് ചോറും ചൊല്ലും കൊടുത്ത് മക്കളെ വളർത്തണം. പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂറത്തുൽ ലുക്മാൻ എന്ന് പറയുന്ന ഒരു ബാപ്പ സ്വന്തം മോന് കൊടുക്കുന്ന ഉപദേശങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അളീം. ലുക്മാൻ പറഞ്ഞു കൊടുക്കാം മോനോട്, യാ ബുനയ്യ. മലയാളത്തിലേക്ക് മാറ്റിയാൽ കുഞ്ഞു മോനെ എന്നാ. മഹാനായ ഒരു പണ്ഡിതനായിരുന്നു ലുക്മാൻ മോനെ വിളിച്ച എന്താ? അങ്ങനല്ല, പിന്നെ വിളിച്ചെന്താ? എന്റെ കുഞ്ഞു മോനെ, വാടാ മോനെ, ലാ തുശ്രിക് ബില്ലാഹ്, ശിർക്ക് ചേർക്കല്ലോ, ഇന്ന ശിർക ലളുൽമുൻ അളീം. മോനെ ശിർക്ക് വലിയ പാപാടാ. ഇത് മോന് ചൊല്ലിക്കൊടുക്കാൻ ലുക്മാൻ എന്ന ബാപ്പക്കായി നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ബാപ്പയുടെ സ്ഥാനത്താണോ നമ്മുടെ സ്ഥാനം? നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താ ചൊല്ലിക്കൊടുക്കൽ?
ഉണ്ടോ? നയിച്ചു കൊണ്ടുവന്ന് പൈസ ഇങ്ങനെ കൊടുത്താൽ മതി എന്നാണോ നിങ്ങളൊക്കെ വിചാരം? പോരാ. അപ്പൊ നമ്മള് ആലോചിക്കണം, മക്കൾക്ക് 2 എണ്ണം കൊടുക്കണം, ചോറ് കൊടുക്കണം, ചൊല്ലിക്കൊടുക്കണം. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഇനി 3 കാര്യങ്ങൾ. അപ്പൊ 2 പോയിന്റ് നിങ്ങൾ മറക്കരുത്. ഇനി 3 കാര്യങ്ങൾ നിയന്ത്രിക്കണം. ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം, ഇത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കും, ചൊല്ലിക്കൊടുക്കും. അടുത്ത എന്താ? 3 കാര്യങ്ങൾ നിയന്ത്രിക്കണം, 2 എണ്ണം കൊടുക്കണം. 5 പോയിന്റ്. എന്തൊക്കെയാ നിയന്ത്രിക്കേണ്ടത്? 1, ആ കുട്ടിയുടെ കാഴ്ച, അവൻ എന്ത് കാണുന്നു, ഇത് നിയന്ത്രിക്കണം. 2, കേൾവി. 3, കളി. ഈ 3 സാധനങ്ങൾ നിയന്ത്രിക്കണം. അങ്ങനെ പറഞ്ഞപ്പോ ഇന്ന് തന്നെ നിങ്ങളെ കുട്ടികളെ പിടിച്ചേക്കും കളിക്കാൻ പോവാതെ, ഇല്ലേ? എന്തൊക്കെയാ 3 എണ്ണം പറഞ്ഞ്? 1, കാഴ്ച, നിങ്ങളെ മക്കൾ എന്ത് കാണുന്നു. 2, കേൾവി, എന്ത് കേൾക്കുന്നു. 3, കളി. ഈ 3 എണ്ണം നിയന്ത്രിക്കണം. കാരണം ഇത് 3ഉം മക്കളുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്തിനാ അറിയോ? നിങ്ങളെ മനസ്സിൽ നിൽക്കാനാ. ഇസ്ലാം മത വിശ്വാസികളാണല്ലോ നിങ്ങളൊക്കെ, ഞാനും. ഇസ്ലാം എന്താ പറഞ്ഞെന്നറിയോ? ബാപ്പാന്റെയും ഉമ്മാന്റെയും റൂമിക്ക് കേറുമ്പോ മുട്ടിയിട്ട് കയറണം. മദ്രസയിൽ നമ്മളൊക്കെ പഠിച്ചത്. ഇന്ന് ആ കുട്ടിയൊക്കെ ആ സ്വഭാവമൊന്നുമില്ല. മുട്ടിയിട്ട് കയറണം. ചില സമയങ്ങളൊക്കെ പഠിപ്പിച്ചു, മുട്ടിയിട്ട് കയറണം. എന്തിനാ? ചിലത് കാണാൻ സാധ്യതയുണ്ട് നമ്മുടെ മക്കൾ. അപ്പൊ മക്കൾ കണ്ടുകൂടാത്തത് കാണരുത്, അതിനർത്ഥം അല്ലേ? അപ്പൊ വീട്ടിനകത്ത് നമ്മുടെ മക്കൾ എന്ത് കാണണം? കാഴ്ച നമ്മുടെ കുട്ടിയെ സ്വാധീനിക്കും. അപ്പൊ കണ്ടുകൂടാത്ത ഒന്നും കാണിച്ചു കൊടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ചോറ് തിന്നാത്ത കുട്ടി ചോറ് തിന്നാൻ എളുപ്പപ്പണി എന്താ? മരുന്ന് വല്ലതും ഉണ്ടോ? എന്താ എളുപ്പപ്പണി? ഞാൻ പറഞ്ഞുതരാം. TV തുറക്കുക, സ്റ്റൂളുമേൽ കുട്ടീനെ ഇരുത്തുക, TV കണ്ട് തുറന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ചോറ് ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ കൊടുത്താല് എത്രയോ ഓൻ ചോറിന്ന്. നമ്മൾ നാത്തൂനോട് പറയും അകത്ത് പോയിട്ട്, എത്ര ചോറിന് TV കണ്ട് തുറന്നാ മതി. കണ്ടോ? ഇനി നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്ക്. ഈ കുട്ടിക്ക് നിങ്ങൾ ചോറ് കൊടുത്തോ, പിന്നെ പള്ള നിറച്ചും കൊടുത്ത്. നമ്മളെ കുട്ടികൾക്കൊന്നും ആരോഗ്യത്തിന് കുറവുണ്ടാവില്ല. ചൊല്ല് കൊടുത്തോ? ഇല്ല. എന്താ ഈ ചൊല്ലിന് പകരം അവന്റെ മനസ്സിലേക്ക് പോയത്? 2 വയസ്സുള്ള ഒരു കുട്ടി, ഞാൻ കാഴ്ചയെ കുറിച്ചാ പറയുന്നത് കേട്ടോ. 2 വയസ്സുള്ള ഒരു കുട്ടി ഷെഡിയിടാതെ കൊലായിൽ വന്ന് നിന്നാൽ നിങ്ങൾ എന്താ കുട്ടിയോട് പറയാ? പോയി ഷെഡ് എടുത്തിടാ. കാരണം എന്താ? ഈ 2 വയസ്സുള്ള കുട്ടീനെ കാണാൻ നടക്കുക നാട്ടുകാര് ആണാ? പക്ഷെ നിങ്ങൾ പറയും ഷെഡ് എടുത്തിടാണ്. 4 വയസ്സുള്ള ഒരു കുട്ടി, അത് പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഷെഡ് മാത്രമിട്ട് കൊലായിക്കൊന്ന് ഞങ്ങൾ എന്താ പറയാ? പോയൊരു ഉടുപ്പെടുത്തിട്ട് പാടി അയ്യയ്യേ. ഈ 4 വയസ്സുള്ള പെൺകുട്ടിനെ കാണാൻ നിൽക്കുക നാട്ടുകാര്. ഇങ്ങനെയൊക്കെ പറയണ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ചോറ് തിന്നാൻ വേണ്ടി എനിക്ക് തുറന്നു തന്ന TV-യിൽ ഉമ്മാടെ അത്ര വലുപ്പമുള്ള ഒരു പെണ്ണ് നേരത്തെ ഞാൻ പറഞ്ഞ സാധനം പുറത്ത് കാണിച്ച് ഡാൻസ് കളിക്കുക. കണ്ടോ? ദുമ്മ ജായ ധൂം. കണ്ടില്ലേ? ഇത് കണ്ടിട്ട് നിങ്ങളെ കുട്ടി അന്തം വിട്ട് വാ പൊളിക്കും. അപ്പൊ ചോറ് ഇങ്ങനെ കൊടുക്കും, ഗ്ലും ഗ്ലും ഗ്ലും. എന്താ? അവന്റെ വയറ്റേക്ക് ഫുള്ള് ചോറും പോയി. ചെക്കന്റെ മനസ്സോ എന്തിനാ ഈ കുട്ടീനെ പറ്റിയ? എന്തിനാ പറ്റിയ? ആലോചിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 6 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവരിക. 6 വയസ്സുള്ള ആൺകുട്ടി എന്തിനാന്നറിയാം കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന്? ഉമ്മന്റെ കൂടെ അവൻ കിടക്കുക. രാത്രി ഉമ്മ ഇങ്ങനെ എന്തോ അരിക്കണമാതിരി നോക്കിയപ്പോ ഉമ്മന്റെ മാക്സി ഇങ്ങനെ പൊക്കുന്നു ഈ കുട്ടി. ഓ നോക്കിയതാ, ദുമ്മ ചായ ധൂമുണ്ടോ? കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ ഉളുപ്പ് വേണ്ടേ? എന്നിട്ട് ഉമ്മ എന്നോട് പറയാ, ഞാൻ ഇപ്പൊ എന്നിട്ട് ചുരിദാറിന്റെ കാലക്കെട്ടാ കിടക്കല്. ഞാൻ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞ ഒരു പെട്ടിന്റെ കൈ കിടക്കേണ്ടി വരും. കാരണം ഈ ചക്ക വലുതായി വരൂലേ. ഉമ്മഞ്ഞി ചുരിദാറിന്റെ കാലും അതിന്റെ അപ്പുറത്തേക്കൊക്കെ പോകൂലേ. അപ്പൊ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ഉമ്മ തല മാത്രം പുറത്തേക്ക് വെച്ച് അതിൽ കിടന്ന് പൂട്ടേണ്ടി വരും. എന്നിട്ട് ഉള്ളിൽ കിടക്കുക. ഇത് അമ്മന്റെ അവസ്ഥ. കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്ന സാധനം എന്താ? നമ്മളെ മക്കൾ എന്താ കാണുന്നത്? നിങ്ങൾ ഇസ്ലാമികമായി ചിന്തിച്ചു നോക്ക്. എളാപ്പന്റെ മകൻ, നമ്മുടെ പെൺകുട്ടി എളാപ്പന്റെ മകനും തമ്മിൽ എന്താ ബന്ധം?
ഇസ്ലാം ഭയങ്കര സംഭവല്ലേ. എന്താ ബന്ധം? കസിൻ. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാ. എന്റെ കോളേജില് ഹോസ്റ്റലിൽ പെൺകുട്ടിനെ കൂട്ടാൻ വരും ആരാന്നറിയോ? എളാപ്പന്റെ മോൻ. എളാപ്പന്റെ മോൻ കൂട്ടാൻ വന്ന് ഓളി ബൈക്കിന്റെ ബാക്കിൽ ഇരുത്തി കെട്ടിപ്പിടിച്ച് ഒറ്റ പോക്ക. ഈ എളാപ്പന്റെ മോൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് അന്യനാ. അന്യൻ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരനല്ല എന്നല്ല, കല്യാണം കഴിക്കാൻ വേണ്ടി സാധ്യതയുള്ളൊരു മനുഷ്യനാ. അവന് നമ്മുടെ പെൺകുട്ടി തൊടാൻ പാടില്ല, ഹിജാബ് ഇല്ലാതെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇസ്ലാമിൽ കസിനില്ല, കസിൻ തന്നെ ഏർപ്പാടില്ല. കണ്ടോ? അപ്പൊ എളാപ്പന്റെ മോനാ കൂട്ടാൻ വരിക. എളാപ്പന്റെ മോന്റെ ബൈക്കിന്റെ മോളെ ഓൻ വരിക. എന്നിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പുറത്ത് കടന്നു വരുന്നുണ്ടാവും. കണ്ടാ ഭാര്യയും ഭർത്താവ് വന്നിരിക്കും. ആരാ വന്നതെന്ന് വെച്ചാ അത് കസിനാ, നമ്മളല്ലേ വിട്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ മക്കൾക്ക് നല്ല കാഴ്ചയൊരുക്കാൻ പറ്റണം. അതിനാണ് 10 വയസ്സായാൽ നിങ്ങൾ മക്കളെ ബെഡ്റൂമിൽ നിന്ന്, വിരിപ്പിൽ നിന്ന് മാറ്റിക്കിടത്തണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മക്കൾ പലതും കാണാൻ സാധ്യതയുണ്ട് എന്ന് അർത്ഥം. ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവരും കൂടിയുള്ള സാഹസായതുകൊണ്ട്. അപ്പം കാഴ്ച നിയന്ത്രിക്കണം. ടി വി ആകട്ടെ, ബന്ധങ്ങളാവട്ടെ, കാഴ്ച നിയന്ത്രിക്കണം. എനിക്ക് ഒരുപാട് വിശദീകരിക്കാനുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. അത് മാത്രം നിയന്ത്രിച്ചാൽ പോരാ, സ്വന്തം ഭർത്താവിനോട് ഭാര്യ എങ്ങനെ പെരുമാറുന്നു എന്ന് മക്കള് കണ്ടുപഠിക്കുന്നത് നിങ്ങളുടെ പെരുമാറ്റത്തിന്ന. ഏറ്റവും രസകരമായൊരു സംഭവം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കല്യാണം കഴിഞ്ഞു, കൊയിലാണ്ടിയാണ് പെണ്ണ്, എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ പെൺകുട്ടിയാണ്. കല്യാണം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞപ്പം കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. 3 മാസം കല്യാണം കഴിഞ്ഞു. ഭർത്താവിന്റെ കൂടെ 2 മാസം അവൾ ജീവിച്ചു. ഭർത്താവ് ഗൾഫിൽ പോയി. ഭർത്താവ് ഗൾഫിൽ ദുബായിലാണ്. അയാൾ ദുബായിൽ പോയിട്ട് ഇവള് ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവിന് ഫോൺ ചെയ്തിട്ട് ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇന്ന് വീട്ടിൽ പോകണം, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, ഇന്ന് പോകണം. ഇപ്പത്തെ കുട്ടികളുള്ള ഭയങ്കര വാശിയായിരിക്കും. അപ്പോ ഭർത്താവ് പറഞ്ഞു, എടി ഇന്ന് പോവാന്നൊക്കെ പറഞ്ഞാ ഞാൻ അമ്മനോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് നിനക്ക് തിരിച്ചു വിളിക്കുക. ഉടനെ ഈ ചെക്കൻ ഉമ്മക്ക് വിളിച്ചിട്ട് ഉമ്മനോട് ചുമ്മ ഓൾ ഇന്ന് പോണെന്ന് പറയുന്നുണ്ട്, എന്താ ചെയ്യണേ? അപ്പൊ അമ്മായിമ്മക്കാണെങ്കിൽ ഒരു പിടുത്തം വേണമല്ലോ എന്തെങ്കിലും. അമ്മായി പറഞ്ഞു, അമ്മായിമ്മയോട് ചോദിച്ചോക്കാണ് ഇന്ന് പോട്ടേന്ന്. അമ്മായിമ്മ എന്താ പറയാ? ഞാൻ ഇന്ന് വീട്ടിൽ പോയിട്ട് വെച്ചാൽ അമ്മായിമ്മ എന്താ പറയാ? ഇന്ന് പോണ്ട, നാളെ പോയാൽ അല്ലേ? വെറുതെ പറയണ കച്ചറനാക്കാൻ വേണ്ടി. ഈ ഉമ്മ പറഞ്ഞ് നാളെ പോയാൽ മതി, ഇന്ന് പോണ്ട. അപ്പോ ഈ ചെക്കൻ പറഞ്ഞു, ശരി ഉമ്മ, ഞാൻ നാളെ പോയിക്കോട്ടെ. അവള് പോയിക്കോട്ടെ. ഈ പെണ്ണിന് ഇയാൾ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, എടി നാളെ പോവാൻ അമ്മ പറഞ്ഞു. ഈ പെൺകുട്ടി പറഞ്ഞു, പറ്റൂല, ഇന്ന് തന്നെ പോണം. അപ്പൊ ഈ ചെക്കൻ പറഞ്ഞു, എടി നാളെ പോയാൽ മതി, കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഒന്ന് ശരിയായിക്കോട്ടെ, നമുക്ക് റെഡിയാക്കാം, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. കുട്ടി പറഞ്ഞു, പറ്റൂല, ഇന്ന് തന്നെ പോണം. അപ്പൊ ഈ ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ഇയാൾ പറഞ്ഞു, എടി ഇപ്പൊ സമയം എത്ര മണിയായി, ഇനി നാളേക്ക് ഇത്ര മണിക്കൂറേ ബാക്കിയുള്ളൂ, ഈ ഒന്ന് ക്ഷമിക്ക്. കുട്ടി പറഞ്ഞു പറ്റൂല. ഇയാൾ ഫോൺ കട്ട് ചെയ്തു. ഇവള് പിന്നെയും വിളിച്ചു, ഫോൺ എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ വാട്സപ്പിൽ അയച്ചു, എനിക്ക് പോണം. ഇയാള് പറഞ്ഞു നാളെ പോവാം. ഓള് പിന്നെയും എനിക്ക് പോണം, നാളെ പോവാം, എനിക്ക് പോണം, നാളെ പോവാം. ഇതിങ്ങനെ കുറെ വാട്സപ്പ്. ഇതൊക്കെ ഞാൻ കണ്ടു ഈ വാട്സപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പം ഇവളുടെ വക ഒരു മെസ്സേജ്. ആ മെസ്സേജ് എന്താ പറയുക നിങ്ങൾക്ക്? നിങ്ങൾ മൊഴി ചൊല്ലിയാലും ഞാൻ പോകും. മെസ്സേജ്. നിങ്ങൾ മൊഴിയില്ലാലും ഞാൻ പോവും, ഇന്നെ പോകും. ഉടൻ തന്നെ അയാൾ തിരിച്ച് മെസ്സേജ് അയച്ചു. കുറെ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ വാട്സപ്പിൽ കുറെ ചിഹ്നമുള്ളതുകൊണ്ട് എളുപ്പമാണ്, പണിന്റെ ഇടക്കുന്നൊക്കെ ഇങ്ങനെ എടുത്ത് അയക്കാലോ. അയാൾ കുറെ ക്വസ്റ്റ്യൻ മാർക്ക് അയച്ചു. വാട്ട്. അപ്പൊ ഈ പെൺകുട്ടി വീണ്ടും അയച്ചു, നിങ്ങൾ മൊഴിയില്ലാലും ഞാൻ പോകും. ഇയാൾ പിന്നെ അയച്ചു, നീ എന്താടി പറയണത്, നീ എന്താ പറയുന്നത്? ഇയാൾ അയച്ചു. അവള് പിന്നെ അതേ സാധനം കോപ്പി ചെയ്ത് അയച്ചു, നിങ്ങൾ മൊഴി ചൊല്ലിയാലും ഞാൻ പോകും. ഇയാൾക്ക് അങ്ങ് ദേഷ്യം പിടിച്ചു. ഇയാള് ടൈപ്പ് ചെയ്തു, എന്നാൽ നിന്നെ ഞാൻ മൊഴി ചൊല്ലിയിരിക്കുന്നു, നിനക്ക് പോകാം. കഴിഞ്ഞു. ഉടനെ ഈ പെൺകുട്ടി കരച്ചിലായി, ഇന്ന മൊഴിയല്ലി ആകെ പ്രശ്നം. വാട്സപ്പ് കൂടിയുള്ള മൊഴിയല്ലല്ലോ ഒക്കെ. വാട്സപ്പ് കൂടി തന്നെ പെണ്ണ് കാണല്, വാട്സപ്പ് കൂടി തന്നെ കല്യാണം, വാട്സപ്പ് കൂടി തന്നെ നിക്കാഹ്, വാട്സപ്പ് കൂടിയ മൊഴിയല്ലല്ലോ. ഈ വാട്സപ്പ് കൂടി കുട്ടികളും കൂടി ഉണ്ടായാൽ മതി. വാട്സപ്പ് കുട്ടികൾ ഉണ്ടാ അതും കൂടി ഉണ്ടായി കിട്ടി നമ്മൾ രക്ഷപ്പെട്ട്. അപ്പോ ഈ
വാട്സപ്പ് കൂടി മൊഴി ചൊല്ലിയ ആകെ പ്രശ്നമായി. അവളുടെ വീട്ടുകാർ വന്നു, അവര് പറഞ്ഞു ഈ മൊഴിയായിട്ട് സ്വീകരിക്കണം, എന്നിട്ട് ഒഴിവാക്കണം, ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല, ഇനി വേറെ കെട്ടിച്ചിട്ട് കെട്ടണം എന്നൊക്കെ പറഞ്ഞ ആകെ കൺഫ്യൂഷൻ, കോംപ്ലിക്കേഷൻ. ചുരുക്കി പറഞ്ഞ ഗൾഫ് പോയ ചെക്കൻ തിരിച്ചു വന്നു, പ്രശ്നമൊക്കെ കോംപ്രമൈസ് ആക്കി, ഇവര് ഉഷാറായി. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ 22-കാരി പെൺകുട്ടി, ഞാൻ ഒന്നും കൂടി പറയട്ടെ, +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് കിട്ടി, എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ ഈ +2-കാരി പെൺകുട്ടി എൻ്റെ മുമ്പിൽ കസേരയിലിരിക്കുക. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഈ വാട്സപ്പ് ഒക്കെ അയാൾ എനിക്ക് കാണിച്ചു തന്നു, ഇതാ അവൾ അയച്ച വാട്സപ്പാണ്, സാറൊന്ന് വായിച്ചു നോക്ക്. ഇതൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല മോളെ, ഇങ്ങനെയാണോ, എന്താ നീ പറയണത്, ഇങ്ങനൊക്കെയാണോ ഭർത്താവിനോട് സംസാരിക്കുക? ഈ പെൺകുട്ടി ഒന്ന് ചിരിച്ചു. ഞാൻ വീണ്ടും ചോദിച്ചു, മോളെ എങ്ങനെയാണോ ഭർത്താവിനോട് സംസാരിക്കുക? ഈ പെൺകുട്ടി എന്നോട് തിരിച്ചു ചോദിക്കുക, പിന്നെ എങ്ങനെ സംസാരിക്കുക? ഞാൻ വിചാരിച്ചു ഇന്നെന്നാക്കിയതാണോ? പെൺകുട്ടികളാണല്ലോ, ഒന്നും പറയാൻ പറ്റൂല. ഞാൻ ചോദിച്ചു, മോൾ എന്താ പറയണത്, ഇങ്ങനെയാണോ ഭർത്താവിനോട് സംസാരിക്കുക? ഓള് പിന്നെ ചോദിക്കണേ, പിന്നെ എങ്ങനെ സംസാരിക്കല്? അപ്പൊ ഞാൻ കുട്ടീനോട് ചോദിച്ചു, മോളെ നീ സീരിയസ് ആയിട്ടാണോ ചോദിക്കണേ? ഓള് പറഞ്ഞു, ആ സീരിയസ് ആയിട്ടാ ചോദിക്കണേ, ഇങ്ങനെയാണോ സംസാരിക്കല്? ഉടൻ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നിന്റെ ബാപ്പി ഇമ്മിയൊക്കെ എങ്ങനെയാണോ മോളെ സംസാരിക്കല്? കുട്ടിന്റെ മറുപടി ഉടൻ വന്നു, ആ അതെ, എന്റെ ഉമ്മ ബാപ്പ എന്തറിഞ്ഞാലും രണ്ടാമത്തെ പറച്ചില് എന്നോട് ഒഴിയല്ലി കളിയുന്ന. കണ്ടോ, ഞാൻ എന്താ പറഞ്ഞത്? കുട്ടി കാണുന്നത് കുട്ടിയെ സ്വാധീനിക്കുന്ന ഞാൻ പറഞ്ഞു. ഈ കുട്ടി, ഈ 22-കാരി പെൺകുട്ടി ഏറ്റവും അടുത്ത് കണ്ട ഭർത്താവ് കുട്ടിന്റെ ബാപ്പയുണ്ട്, ഏറ്റവും അടുത്ത് കണ്ട ഭാര്യ കുട്ടിന്റെ ഉമ്മയാണ്. കണ്ടോ, ഒരു ചെക്കൻ, ഇടവണ്ണക്കാരനായ ഒരു ചെക്കൻ, ഒരു പുതിയാപ്പിള, നല്ല കാണാനൊക്കെ സ്റ്റൈലുള്ള ഒരു ഗൾഫാരൻ, ഒരു ഗെറ്റപ്പ് ചെക്കൻ, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് ചെക്കനെ കാണാൻ. അവൻ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് കാറ് എടുത്തിട്ട് എന്റെ ക്ലിനിക്കിൽ വന്നു. ഈ ചെക്കൻ പെണ്ണുങ്ങളെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഈ ചെക്കൻ ഒത്തൊരു പെൺകുട്ടി, എല്ലാം കൊണ്ടും ഓക്കെയാണ്. ആര് കണ്ടാലും പറയും നല്ല ചേർച്ച. ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ അടുത്ത് വന്നു, വേറെ ആരുമില്ല. ഞാന് രണ്ടാളും കൂടി ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഗൾഫിലാണ്, അങ്ങനെയാണ്, ഇവളിങ്ങനെയാണ്, അതിങ്ങനെയാണ്. ഞാൻ ഈ ചെക്കനോട് ചോദിച്ചു, എന്നിട്ട് എന്തിനാ വന്ന്? വെറുതെ വന്നതാ. ഈ ചെക്കൻ പറഞ്ഞു, വെറുതെ വന്നതാ, നിങ്ങളൊന്ന് കാണാനും പരിചയപ്പെടാനും. ഞാൻ പറഞ്ഞു, അതിനത്രയൊക്കെ ഫേമസ് ഞാൻ കാഞ്ചനമാലക്കായോ, നിങ്ങൾ കാണാനും പരിചയപ്പെടാനും. അപ്പൊ ആ ചെക്കൻ പറഞ്ഞു, അല്ല ചെറിയൊരു കാര്യം, ഒരു സാധനം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്ന. അങ്ങനെ ഭാര്യയോട് പറഞ്ഞു, നീ ഒന്ന് പുറത്തിരിക്കും, ഞാൻ സാറിനോടൊരു കാര്യം സംസാരിക്കട്ടെ. എന്നിട്ട് ഇയാള് ഭാര്യ പുറത്തിരുന്നപ്പോ ഈ ചെക്കൻ എന്നോട് പറയാം, സാറേ എന്റെ പെണ്ണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നല്ല പെൺകുട്ടിയാ, നല്ല സ്വഭാവമാണ്, സ്നേഹമുണ്ട്, നല്ല ഉഷാറാണ്, നിസ്കരിക്കും, നോമ്പൊൽക്കും, എല്ലാം കൊണ്ടും ഞാൻ തൃപ്തനാണ്, അൽഹംദുലില്ലാ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വിളിച്ചാൽ എന്റെ ഭാര്യ വിളിയേക്കൂല. ഞാൻ ചോദിച്ചു, പൊട്ടത്തിയാണോ? അതൊന്നുമല്ല, വിളിച്ചാൽ വിളിയേക്കൂല. ആദ്യം വിളിച്ചാല് വിളിയേക്കൂല, രണ്ടാമത് വിളിച്ചാലും വിളിയേക്കൂല, ഒരു മൂന്നാമത്തെ നാലാമത്തെ വിളിയേക്കുള്ളൂ. ഇതെന്താ പ്രശ്നങ്ങളൊന്ന് നോക്കണം, നിങ്ങളൊന്ന് അവളോട് പറയണം. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ ഭാര്യനെ കെട്ടിപ്പെട്ട്. ആ പെൺകുട്ടി വന്നു എൻ്റെ മുമ്പിൽ ഇരുന്നു. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോളെന്താ വിളിച്ചിട്ട് വിളിയേക്കത്ത്? അപ്പൊ ഈ കുട്ടി എന്നോട് പറയാണ്, ഞാൻ വിളിയേക്കലുണ്ടല്ലോ, വിളിയേക്കലുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ, ഉണ്ടല്ലോ, ഞാൻ വിളിയേക്കലുണ്ട്, നിങ്ങൾ എപ്പോ വിളിച്ചാലും വിളിയേക്കലുണ്ട്. എത്രാമത്തെ വിളിക്കാ കേക്കല്? അതിപ്പോ ഒരു 2 3 കേക്കലുണ്ട്. എന്താ ആദ്യത്തെ കേക്കാത്ത? അതിനാ ആദ്യത്തെ കേക്കണ്? അപ്പൊ അടുത്ത അവസ്ഥ നോക്കണേ, ഈ പെൺകുട്ടിക്ക് ഒരു ബാപ്പുണ്ട്, അയാള് കൃഷിക്കാരനാണ്. ഇയാള് ഈ പിന്നെ വാഴന്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കേറിയാണ്ട് പെണ്ണുങ്ങളെ വിളിക്കും, എടീ, വിളിയേക്കൂല. ഭാര്യ, കുട്ടിന്റെ അമ്മ പിന്നെ വിളിക്കും, എടീ, വിളിയേക്കൂല. പിന്നെ വിളിക്കും, എടീ, വിളിയേക്കൂല. പിന്നെ പണ്ടാരം കൂട്ടി വിളിക്കും, ഈ പണ്ടാരം അവിടെ പോയി കിടക്കടി. അപ്പൊ ഉണ്ടാവും പെണ്ണ്, എന്തേ? ഈ 5 വിളിയോള് കേട്ടുണ്ടാവും, 5ാമത്തേന് ഉത്തരം കൊടുക്കുള്ളൂ. ഇത് കണ്ടാണ് ഈ പെൺകുട്ടി പഠിച്ചത്. ഈ പെൺകുട്ടി എന്നോട് പറയാ, ഞാൻ 3ാമത്തേന് കൊടുക്കുന്നുണ്ട്, ഉമ്മ 5ാമത്തേനാ കൊടുക്കണേ. എന്താ ഈ കുട്ടിയോട് പറയണ്ടേ? കണ്ടോ നിങ്ങള്, ഒരു ഉമ്മയുടെ ജീവിതം ഒരു പെൺകുട്ടിയെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഒരു 12 വയസ്സുള്ള ചെക്കനെ കൊണ്ടുവരിക കേട്ടോ കൗൺസിലിങ്ങിന്. എന്താ വിഷയം എന്നറിയോ? ഉമ്മനെ തല്ലിട്. ഇതാണ് വിഷയം. ചെക്കനെ വിളിച്ച് ഞാൻ ചോദിച്ചു, മോനെ നീ എന്താണ് ഉമ്മനെ തല്ലിട്? ചെക്കൻ പറയുന്നോട്, ഞാൻ തല്ലില്ലല്ലോ.
ഉമ്മനെ നീ ഇങ്ങനെ തല്ലല്ലേ? അതൊക്കെ ഇപ്പൊ തല്ല. ചെക്കൻ ചോദിക്കാനോട് ചായ തല്ലല്ലേ? ഓ ഇത് തല്ലൊന്നല്ല, അത് വെറുതെ എങ്ങനെ ആക്കണല്ലേ. ഞാൻ ചോദിച്ചാൽ എന്തിനാ അങ്ങനെ ആക്കണേ? ഞാൻ മാത്രല്ലല്ലോ, ബാപ്പിയും തല്ലുണ്ടല്ലോ. കണ്ട, ഈ ചെക്കൻ ഓർമ്മിച്ച കാലം മുതൽ കാണുന്ന എന്താ അറിയോ? ബാപ്പ കയറി വരും, ദേഷ്യം പിടിക്കും, ഉമ്മക്ക് 2 കൊടുക്കും. ഈ ഗുസ്തിയൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ടില്ലേ, പൂഴി നിറച്ചാണ്ട് ഒരു സാധനം ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടില്ലേ? ഒരു സാധനത്തിൽ ഇങ്ങനെ പൂഴി നിറച്ച് തൂക്കിയിടും, ഇങ്ങനെ കുത്താൻ വേണ്ടിയാണ്ട്. അതിങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് കുത്താൻ തോന്നും ഇല്ലേ? നമ്മൾ എത്ര നല്ല ഡ്രസ്സിലാണെങ്കിലും ഒന്ന് കുത്തി വെക്കും. ഈ ചെക്കൻ്റെ കാര്യം എന്താ പറയുക? ഉമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്താനുള്ളതാണ്. ഓൻ ദേഷ്യം പിടിച്ചാലും ഉമ്മക്കിട്ട് കൊടുക്കും. ഇത് ബാപ്പൻ്റെ അടുത്ത് നിന്ന് കണ്ടതാ. നിങ്ങളെ കുട്ടി എന്താ കാണുന്നത്? നിങ്ങളുടെ കുട്ടി കാണുന്നത് കുട്ടിയെ സ്വാധീനിക്കും എന്നാ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. കേൾവി എന്താ നിങ്ങളെ മക്കള് കേൾക്കണ് ഇല്ലേ? ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ. ചെറിയൊരു എക്സാമ്പിൾ. അരീക്കോട്ടാണ് വീട്. അരീക്കോട്ട് ഈ മുക്ക റോഡിലാണ് വീട്. ബാപ്പാക്ക് ഫോണ് വന്നു. ബാപ്പ ഫോൺ ഇങ്ങോട്ട് എടുത്തു. ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെച്ച് പറഞ്ഞു, ഞാൻ അതാ കൊണ്ടോട്ടി എത്തി. ചെക്ക ഇങ്ങനെ നോക്കിക്കണ്ട് ബാപ്പനെ. ബാപ്പ കൊലായിന്ന് പറയാ, ഞാൻ അതാ കൊണ്ടോട്ടി എത്തി. അരീക്കോട്ടുള്ള ബാപ്പ ഇങ്ങനെ കൊണ്ടോട്ടി എത്തി. ചെക്ക ഇങ്ങനെ നോക്കി വെച്ചു, ഇത് കുഴപ്പമില്ലല്ലോ. ഈ ബാപ്പ പറഞ്ഞത് നോണേ, കളവ. കുട്ടി അത് കേട്ടു. ഇനി കുട്ടി എന്താ വിചാരിക്കേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മക്കള് കേൾക്കുന്നത് മക്കളെ സ്വാധീനിക്കും. ഞാനും നിങ്ങളൊക്കെ കേട്ട പാട്ട്, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ പാട്ട് കേട്ടില്ലേ? ഇല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും പ്രേമം കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് 38 വയസ്സായി, 38 വയസ്സായി എനിക്ക്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഉണ്ട് പ്രേമം. പക്ഷെ ഇന്നത്തെ പോലെയല്ല. ഇന്ന് 2ാമത്തെ ദിവസം പോക്കാം ബൈക്കുമ്മല്. നോക്കണം. ഇന്നത്തെ പോലെയല്ല. അന്നത്തെ പ്രേമം, രമണന്റെ പ്രേമം, ചന്ദ്രികയുടെ പ്രേമം, ചങ്ങമ്പുഴ രചിച്ച പ്രേമം നിങ്ങൾ കേട്ടില്ലേ? രമണനും ചന്ദ്രികയും. അവരുടെ നമ്മളൊക്കെ കേട്ട പാട്ട് ഏതാ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഇതാരാ പറഞ്ഞാലും നിങ്ങൾക്ക്? രമണൻ എന്ന് പറയുന്ന കാമുകനോട് ചന്ദ്രിക എന്ന് പറയുന്ന കാമുകി ചോദിക്കുകയാണ്. പെണ്ണ് ആണിനോട് ചോദിക്കുകയാണ്, രമണ ഞാൻ വരട്ടെ കാട്ടുക്ക് ആടിനെ മേയ്ക്കാൻ നിന്റെ കൂടെ. ഈ ചോദ്യം ഇന്ന് ചോദിച്ചാൽ അപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുപോകും ഏതെങ്കിലും കാട്ടുക്ക്. പിറ്റേന്ന് പെൺവാണിഭത്തിന്റെ കഥ പത്രത്തിൽ കാണാം ഇല്ലേ? അന്നത്തെ പ്രേമത്തിന് രമണനോട് ചന്ദ്രിക ചോദിക്കുക, കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ഉടൻ രമണൻ പറഞ്ഞ മറുപടി എന്താ? ഓട്ടോറിക്ഷ വിളിക്കട്ടെ എന്നാ. രമണൻ പറഞ്ഞെടുത്തു, പാടില്ല പാടില്ല, നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. കണ്ട എടി ചന്ദ്രിക, നമ്മളെ മറന്നൊന്നും ചെയ്തൂടാ. പ്രായം അതാണ്. അതുകൊണ്ട് നീ ഒന്ന് അടങ്ങ്. കേട്ടോ, നിങ്ങൾ നോക്ക് ആ പ്രേമം. ഉടൻ ചന്ദ്രിക വീണ്ടും പറയാണ്, ഒന്നാ വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ. ആ വനത്തിലെ കാഴ്ച കാണാൻ എന്നെ ഒന്ന് കൊണ്ടുപോകോ പ്ലീസ്. പെണ്ണ് വിടൂല. ഉടൻ രമണൻ പറയാ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോവാം, ഇന്നു വേണ്ടോ മലാളെ. ആയിവാ. ഈ പാട്ട് കേട്ട സ്കൂൾ കുട്ടിയായിരുന്ന എനിക്ക് പ്രേമത്തെക്കുറിച്ച് എന്ത് ബോധം ഉണ്ടാവേണ്ടി? എന്താ ഉണ്ടാവേണ്ടി? ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്റെ ഈ മനോഹരമായ സൗന്ദര്യം കണ്ട് വന്നാൽ ഞാൻ എന്താ പറയണ്ടേ? പാടില്ല പാടില്ല, നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. നമ്മുടെ കുട്ടിയൊക്കെ ഈ പാട്ട് അറിയോ? നിങ്ങൾ ആലോചിച്ചു? ഇല്ല എന്നാണ് സത്യം. അന്നത്തെ പാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആ സൗകുമാര്യത നഷ്ടപ്പെട്ടു. നമ്മുടെ പെൺകുട്ടി കേൾക്കണ പാട്ട് ഏതാ അറിയോ? ഠോ ഠോ ഭും ഭും, ഡാഡി മമ്മി വീട്ടിൽ ഇല്ല, ആരും ഇല്ല, വിളയാടാൻ വാ. ആരെ വിളിക്കണേ?
ആരെ വിളിക്കണ്? ഗൾഫുകാരനായ ബാപ്പ വീട്ടിന്റെ കാർ പോർച്ചിൽ നിർത്തിയിട്ട കാറ്, ആ കാറിന്റെ മുകളില് ചവിട്ടിയിട്ട് സിറ്റ് ഔട്ടിന്റെ മുകളിൽ കയറി ഈ പെൺകുട്ടി വാതിൽ തുറന്നു കൊടുത്ത് അകത്തേക്ക് 15 പ്രാവശ്യം ഈ പെൺകുട്ടിയുടെ ബെഡ്റൂമിൽ രാത്രി 12 മുതൽ പുലർച്ചെ 3:30 വരെ ഒരു ആൺകുട്ടി കയറിയെന്ന് ഒന്നിലധികം കഥ എനിക്കറിയാം. എന്താ കഥ? വിളയാടാൻ വാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കുട്ടി കേൾക്കുന്നത് കുട്ടിയെ സ്വാധീനിച്ചു. നമ്മൾ കേട്ടത് ആ കുട്ടി കേൾക്കണത് നല്ലത് കേൾക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതലുകൾ ഉണ്ടാവണം, ഇസ്ലാമികമായ ചർച്ചകൾ ഉണ്ടാവണം, നല്ലത് മക്കൾ കേൾക്കണം. ഈ അവസ്ഥയിലേക്ക് നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകണം. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് സമയം തീർന്നു എന്ന് പറഞ്ഞ് കത്ത് കിട്ടിയാണ്. സംഘാടകർ പിടിച്ചിറക്കുന്നതിന് മുമ്പ് ഞാൻ പൊക്കോളാം. അപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കളി 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 എന്ത് കളിയാ ഞാൻ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത്? കുട്ടി ഗ്രൗണ്ടിൽ പോയി കളിക്കണം. ഗ്രൗണ്ടിൽ പോയിട്ട് മറ്റു കുട്ടികളുടെ കൂടെ കുട്ടി കളിച്ചോട്ടെ, മുറ്റത്തുനിന്ന് കളിച്ചോട്ടെ, നിങ്ങൾ നിയന്ത്രിക്കണ്ട. വീഡിയോ ഗെയിമുകൾ പോലെ സ്വയം ആത്മരതി ഉണ്ടാക്കുന്ന കളികൾ നിങ്ങൾ നിയന്ത്രിക്കണം. ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കാൻ, ആത്മരതി ഉണ്ടാക്കുന്ന ഒരു കളിയാണ് ഈ വീഡിയോ ഗെയിം. നിങ്ങൾ ശ്രദ്ധിച്ചോ? വീഡിയോ ഗെയിമിൽ ഒരിക്കലും കുട്ടി തോൽക്കൂല. തോൽക്കുന്ന ഉറപ്പായ ഓൻ എസ്കേപ്പ് ചെയ്തളി. എന്നാൽ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ കുട്ടി തോൽക്കും. അവസാനം വരെ ഓൻ പോരാടും. തോറ്റു കഴിഞ്ഞാലോ നാളെ കാണാ, നാളെ പാടാ. ആ തോൽക്കാൻ പഠിച്ചു എന്നുള്ളതാ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയ പാഠം. വീഡിയോ ഗെയിമിൽ കുട്ടി തോറ്റോ? ഈ വീഡിയോ ഗെയിം മാത്രം കളിക്കുന്ന കുട്ടി ജീവിതത്തിൽ ഒരു തോൽവി ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, 2 കാര്യം കൊടുക്കണം മക്കൾക്ക് എന്നാ ഞാൻ പറഞ്ഞത്. 3 കാര്യം നിയന്ത്രിക്കണം എന്നാ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുന്നു. മക്കളെ ഏറ്റവും പ്രധാനമാണ് അടുത്ത കുടുംബ സംഗമം നമ്മുടെ മക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കുടുംബ സംഗമമാവണം. ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായി നമ്മുടെ മക്കള് നമ്മുടെ കുടുംബത്തിൽ വളരണം. നമ്മുടെ പെൺകുട്ടികളെ പ്രേമത്തിന്റെ ചുഴിയിൽ പെട്ടു പോവാതെ നിങ്ങൾ സംരക്ഷിക്കണം. അവരുടെ വസ്ത്രങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. ലെഗിങ്സും ഇട്ട് ശരീരത്തിലെ മുഴുവൻ അണ്ടർവെയറുകൾ പോലും പുറമെ കാണിച്ച് വസ്ത്രം ആകാശത്ത് പാറിപ്പറക്കുന്ന കൊടി കണക്കെ നമ്മുടെ മക്കള് നടക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മക്കളെ ഏറ്റവും നല്ല കവചത്തിന്റെ, ഇസ്ലാമിന്റെ കവചത്തിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഒതുക്കാനുള്ള ഒരു പ്രതിജ്ഞ ഈ കുടുംബ സംഗമത്തിൽ നിന്ന് എടുക്കണം. ഞാൻ നിർത്തുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ 16-ാം തീയതി ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നടത്തുന്നുണ്ട്. നിങ്ങളുടെ +2 ഒരു +1 ശേഷം ഉള്ള കല്യാണപ്രായമായ കുട്ടികൾക്ക് ഉപകാരപ്പെടും. അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, പക്ഷേ രജിസ്ട്രേഷനും മറ്റൊക്കെ യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്താൽ ഞാനൊന്ന് വായിക്കാം. ആ നമ്പർ ഒന്ന് വേഗം വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് 9746904678 ആ നമ്പറിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിലൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടും. 16-ാം തീയതി രാവിലെ 9:30 മണിക്ക് തുടങ്ങിയിട്ട് 4:30 മണി വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇസ്ലാമിക് ചെയർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ക്ലാസ്. അപ്പോൾ കല്യാണപ്രായമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ആധുനിക പ്രശ്നങ്ങളും വിവാഹ തകർച്ചയും ഒക്കെ ഇല്ലാതാക്കാൻ ഉപകാരപ്പെടും. 9746904678 9746904678 അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും മികച്ച ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വലിയ പ്രതീക്ഷയായി നമ്മുടെ മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കാനുള്ള എല്ലാവിധ പരിപാടിയും നിങ്ങൾ ഉണ്ടാക്കണം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇടക്കിടക്ക് കണ്ടുമുട്ടുമ്പോൾ ചിരിക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം. ഞാൻ നിർത്തുന്നു. നമ്മുടെ ഈ കുടുംബ സംഗമത്തിന്റെ സദസ്സിൽ റബ്ബ് സുബ്ഹാനഹു തആലയുടെ അനുഗ്രഹങ്ങൾ പറന്നിറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. റബ്ബ് സുബ്ഹാനഹു തആല ഈ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ തന്നെ നിലനിന്നു പോവാനും പൊട്ടിപ്പോയ കണ്ണികളെ വിളക്കി ചേർക്കാനും ഇതുപോലെ സ്വർഗത്ത് നമ്മളെ ഒരുമിച്ച് ചേർക്കാനുമുള്ള അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം
അപകട മരണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നുമുള്ള രക്ഷ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമാറാവട്ടെ. മക്കൾക്ക് പഠിക്കാനും വളരാനുമുള്ള ബുദ്ധിയും ശക്തിയും കഴിവുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.